الرجيم أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഉഹദ് യുദ്ധത്തിൻ്റെ സംഭവങ്ങളാണ് കഴിഞ്ഞ ഏതാനും ആയത്തിൽ പറഞ്ഞത്. ഇനിയും ബാക്കി പറയാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു അഹ്കാം വേറെ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലുർ റിബാ അദ്ആഫൻ മുളാഅഫ എന്നപ്പുറം വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ വത്തഖുൻ നാറല്ലതീ ഉഇദ്ദത് ലിൽകാഫിരീൻ وأطيعوا الله والرسول لعلكم ترحمون. പലിശ വാങ്ങുന്നതിനെ പറ്റിയാണ് ഈ ആയത്ത് സൂചിപ്പിച്ചത്. പലിശനെ പറ്റി എവിടെ ഉണ്ട്? അൽ-ബഖറയിൽ കുറച്ച് ഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ല, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലുർ റിബ. റിബ തിന്നാൻ പാടില്ല എന്നാണല്ലോ പറഞ്ഞത്. റിബ എല്ലാം തിന്നല. അതിൻ്റെ അർത്ഥം എന്താണ്? അൽ മുറാദു ബി അഖിലിഹി, തിന്നൽ കൊണ്ട് മുറാദ് അഖ്ദുഹു, അത് വാങ്ങലും കൈകാര്യം ചെയ്യലും. മുന്നത്തെ പൈസ കൊടുത്ത് തിന്നുപോയി. പള്ളി കമ്മിറ്റിയിലൊക്കെ കഴിയുമ്പോൾ പൈസ ഉണ്ടായി, ഞാൻ പൈസ എല്ലാവരും ഉണ്ടാക്കി തിന്നുപോയി എന്ന് പറഞ്ഞാൽ പൈസ ആരും തിന്നലില്ലല്ല, ഉപയോഗിച്ചു. എന്നാ പിന്നെ ഉപയോഗത്തിൻ്റെ പല ഇനങ്ങളും വേറെയുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞില്ല. അതാ പറയുന്നത് വഇന്നമാ അബ്ബറ അൻഹു ബിൽ അഖിലി, അഖിൽ കൊണ്ടാണ് എന്താക്കി ഇബാറത്തിട്ടത് അതിൻ്റെ ഉപയോഗത്തിനെ സംബന്ധിച്ച്. കാരണം ലിഅന്നഹു മുഅല്ലമു മാ യുഖ്സദു ബിൽ അഖദി, അഖദ് കൊണ്ട് ഉദ്ദേശിക്കൽ എന്താണ്? തിന്നലിലേക്ക് എത്തിക്കുക. അത് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം പോലെ ശുയൂഇഹി ഫിൽ മൗകൂലാത്ത്, തിന്നപ്പെടുന്ന വസ്തുക്കളിലാണ് പഴയ കാലത്തിൻ്റെ പലിശ പരന്ന് കിടക്കുന്നത്. രണ്ട് കാരണം പറഞ്ഞത്. വന്നമ അബ്ബറഹുൻ ലി അന്നഹു, ഒരു ഇല്ലത്ത് പറഞ്ഞു. ഓലി ശുയൂഇഹി, രണ്ടാമത്തെ ഇല്ലത്ത് പറഞ്ഞു. മഅമാ ഫീഹി മിൻ സിയാദത്തി തശ്നീ, ഇതോടൊപ്പം തന്നെ ആ ലാ തഅകുലു എന്ന് പറയുന്നതിൽ തിന്ന് അതിൽ ഒരു കുറ്റപ്പെടുത്തി പറയൽ എന്നുള്ള ഒരു വിമർശന രീതി ഉണ്ടല്ലോ, അത് വർധനയുണ്ട്. കാരണം നമ്മൻ പറയലുണ്ട്, അതുകൊണ്ട് സാധനം വാങ്ങിപ്പോയി എന്നല്ലല്ലോ അറിയില്ലേ, അത് തിന്നുകളഞ്ഞ് ഓ സാപ്പിട്ട് നമ്മളെ ശൈലിയിലുണ്ട്. അപ്പം അങ്ങനെ ഇബാറത്തിട്ടാൽ ഇതെന്തായി? ഒരു വിമർശനത്തിൻ്റെ ഒരു സിയാബത്തും കൂടി ഉണ്ട്. അപ്പം മൂന്ന് കാരണങ്ങളാണ് പറഞ്ഞത്. ഇനി അദ്ആഫൻ മുളാഅഫ തന്നെ ഇരട്ടിയായിട്ടെന്നല്ലേ, അപ്പോൾ കുറേശ്ശം വാങ്ങാന്ന് വരുമോ എന്നവൻ്റെ ചോദ്യം. നെഹി അദ്ആഫൻ മുളാഅഫത്തിലേക്കല്ലേ. അതിന് പറയുന്നത് സാധാരണ നടന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണെങ്കിൽ ആദത്തിനൊപ്പിച്ച് പറഞ്ഞാൽ മഫ്ഹൂം ഉണ്ടാവില്ല എന്നാണ്. ഒരു കലിമത്തിൽ നിന്ന് മഫ്ഹൂം എടുക്കണമെങ്കിൽ മഫ്ഹൂം എന്ന് പറഞ്ഞതിൽ നിന്ന് തിരിച്ചു വെച്ചിട്ട് പറയാത്തതിനെ പിടിച്ചെടുക്കലാണ് ഇത്. ഇത് ആദ്യം ജമ്മുൽ ജാമിയ ഓതാൻ പറയുന്നോളൂ. ജമ്മുൽ ജാമിയ എന്താന്ന് ആദത്തിനൊപ്പിച്ചിട്ട് പറഞ്ഞാൽ എന്നുണ്ടാവില്ല, മഫ്ഹൂം എടുക്കാൻ കഴിയൂല എന്നല്ല. 5 ഷർത്തക്കാനുണ്ട് ഒരു ജുംലയിൽ നിന്ന്. മഫ്ഹൂം എന്ന് പറഞ്ഞാൽ മനസ്സിലായ മൻതൂഖ് എന്നുള്ള ഈ പറഞ്ഞ വാക്കിലെ നേരെ ഡയറക്റ്റ് രൂപം, അതിങ്ങനെ തിരിച്ചു വെച്ചാൽ കിട്ടാവുന്ന മറ്റേ മറുവശം ഉണ്ടാവും. അനുശൈഖയിൽ തന്നെ പ്രത്യേക ശൈലി വേണം. ജൈദും കായിമെന്ന് പറഞ്ഞാൽ എന്തില്ല, മഫ്ഹൂം അതിനൊന്നുമില്ല. കാരണം ആ വാചകത്തിന് ശൈലിയിലായില്ല. ലാ ആലിമ ഇല്ലാ സൈദ് എന്ന് പറഞ്ഞു, സൈദല്ലാത്തൊരു പണ്ഡിതനോട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ മഫ്ഹൂം എന്താന്ന്? സൈദ് ഒഴികെ ബാക്കിയെല്ലാം ബുദ്ധികളാന്ന് വരും. അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ വാചകത്തിൻ്റെ ശൈലിക്ക് പുറമേ എന്ത് വേണം? സന്ദർഭോചിതമായി പറഞ്ഞ കലിമത്താണെങ്കിൽ അതിൽ മഫ്ഹൂം എടുക്കൂല എന്നാണ്. 5 ഷർത്തിൽപ്പെട്ട ഒരു ഷർത്ത് പോയി. അതാ. അപ്പോൾ അദ്ആഫൻ മുളാഅഫത്തിന് അർത്ഥം എന്താ? സിയാദാത്ത് മുകററ, ആവർത്തിച്ച് വരുന്ന സിയാദാത്ത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കണക്ക് പറയാൻ കൂട്ടുപലിശ എന്ന് പറയുന്നത്. 100 രൂപ തന്നാൽ 110 തരണം. അപ്പം എത്ര പെർസെൻറ്റ്? 10%.
ഈ 110 കൊടുക്കുന്നില്ലെങ്കിൽ അടുത്ത തവണ എന്താക്കും 110% അപ്പോൾ 11 ഉറുപ്പ്യ കൊടുക്കണം. അപ്പം 110 പ്ലസ് 11 എന്താക്കും 11 121. അടുത്ത പ്രാവശ്യം കൊടുക്കുന്നില്ലെങ്കിൽ 121% 12.10 അങ്ങനെ കൂട്ടി 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 വരും. അതാ കൂട്ടുപലിശ എന്ന് പറഞ്ഞ സാധനം. അതായത് പലിശൻ്റെയും പലിശ കൂട്ടിക്കൊണ്ടാണല്ലോ 100-ൻ്റെതും 10-ൻ്റെയും കൂടെ പലിശ വന്നത്. അതാ കാനറജുലു ഫിൽ ജാഹിലിയ്യത്തി. അല്ല അങ്ങനെ ഹലാലാത്തിന്റെ പഠിച്ചതായിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെപ്പോൾ തീയാത്തൊന്നെന്ന് നല്ല പറഞ്ഞിട്ടുണ്ട്. അടുത്ത് വരുന്നുണ്ട് 10 വകുപ്പിൽ കൂടിയ മൽമുനാണ്. മൽമുനാവട്ടെ ഖുർആൻ വളച്ചൊടിച്ചിട്ടുണ്ടാക്കിയാൽ. കാനറജുലു ഫിൽ ജാഹിലിയ കാലത്ത് വ്യക്തികൾ എന്തായിരുന്നു? ഇദാ കാന ലഹു അലാ ഇൻസാനിൻ 100 ദിർഹമിൻ ഇലാ അജൽ. അയാൾക്ക് കിട്ടാനുണ്ട്. ലഹു ഇട്ടിട്ട് പറഞ്ഞാൽ എന്താണ്? ആ കിട്ടാൻ ആരുടെ മേല്? അലാ ഇൻസാനിൻ മറ്റൊരു വ്യക്തിയുടെ പേര് അയാൾ കൊടുക്കാൻ. എന്താ എത്ര കൊടുക്കണം? 100 ദിർഹം 100 ദിർഹം അടുത്തേക്ക് ഇലാ അജലിൻ ഒരു അവധിക്ക്. വലം യകുനിൽ മദിയോനോ വാജിദൻ ലിദാലിക്കൽ മാൽ. ആ കടപ്പെട്ട വ്യക്തിക്ക് എന്താക്കി ഈ 100 കൊടുക്കാൻ കേമലില്ല. ഖാല എന്നിട്ട് പറയും സിദ്നി ഫിൽ മാൽ ഹത്താ സിദ ഫിൽ അജലി. എന്താക്കണം? മാലിലേറ്റുക, എന്താണ് അജൽ അവധി നീട്ടിത്തരാം. അപ്പം ഫറുബ്ബമാ ജഅലഹു 100. അപ്പം എന്താക്കും? അത് 200 ആക്കും. അപ്പം അതായപ്പത്തല്ലേ. സുമ്മ ഇദാ ഹല്ലൽ അജലു സാനി. രണ്ടാമത്തെ അജലത്തിൽ 200-ൻ്റെ അജലി ഫഅല മിസ്ല ദാലിക. അതെന്താക്കും? പിന്നെയും കൂട്ടും. അപ്പം ഇതാ കൂട്ടുപലിശ എന്ന് പറഞ്ഞ ഇനം. സുമ്മയില അജാലും കസീർ. അങ്ങനെ എന്താക്കും? അജാലും കസീറിലേക്ക് എത്തും. അപ്പോൾ ഒരു 100 ഉറുപ്പ്യ ഇട്ടാൽ കാലക്രമം വന്ന് നോക്കുമ്പോൾ 1,00,000 ഉറുപ്പ്യ തിരിച്ചു കൊടുക്കാറുണ്ട്. എളുപ്പത്തിൽ ബാങ്കിൽ പറ്റി വാങ്ങാപ്പന്നല്ലോ പറയുന്നത്. ബാങ്കിൽ അക്കൗണ്ട് തീർത്തക്കാന്ന് വെച്ചാൽ ഒരു പെണ്ണുങ്ങൾ പോയിട്ട് തീർക്കാൻ നോക്കുമ്പോൾ വിടുന്നില്ല പോലും. ഇപ്പൊന്നും തരണ്ട, ഇതിനാന്ന് അവധി കൂട്ടിക്കൂട്ടി ഈ പെണ്ണുങ്ങളെ പിയ്യാൻ കഴിയും, അല്ലെങ്കിൽ അക്കൗണ്ട് കട്ടാവുമല്ലോ. നീ തരാനുള്ള തന്നക്കാന്ന് വെച്ചാൽ വാങ്ങില്ല. അതാ ഫസ്ബി തിൽക്കൽ 100. അപ്പം ആദ്യത്തെ 100 ഉണ്ടായിനി. ആ സബബ് കാരണത്താൽ ഇയാൾ വാങ്ങുന്നത് 100-ൻ്റെ എത്രയോ ഇരട്ടി ഈടാക്കി കഴിഞ്ഞു. അല്ല ഇന്നളരെ വന്ന് ഇപ്പോൾ 1,00,000 വാങ്ങിയതിന് ഇപ്പോൾ 50 ലക്ഷത്തോളായി. അതാ വഖൗലുഹു അളആഫൻ എന്ന് പറഞ്ഞ ജംഉ ളിഅഫ്. ഇരട്ടി ഐ മുതലാഇഫൻ. അപ്പം ഇവിടെ എന്താണ്? ളിഅഫ് എന്നുള്ള കണക്കില്ല, അതിൻ്റെ ഒരു പൊടിയായാലും പറ്റൂല. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? വലമ്മാ കാനൽ മഖ്സൂദുൽ കസ്റ. കസ്റത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്ബഅഹു ബിമാ യദുല്ലു അലൽ കസ്റ. അപ്പം എന്താ ഇന്നറിയോ? കസ്റത്തിന്മേൽ അറിയിക്കുന്ന ഒരു ഇബാറത്ത് കൊണ്ടുവന്നേ ഉള്ളൂ. ഇരട്ടി എന്നുള്ളത് അരട്ടി ആയാലും കണക്കന്നെ, ഒരു പൈസ ആയാലും കണക്കന്നെ. അതല്ല അളാഫിന് മഫ്ഹൂമില്ല എന്ന് പറഞ്ഞത്. അതാ ഹൈസു വസഫഹു ബിഖൗലി മുളാഅഫതൻ വഹാദിഹിൽ ഹാലു ലൈസത്ത് ലിതഖയീദിൻ നഹ്യി. കണ്ട, നഹ്യ കൈതാക്കാനുള്ള സംഗതിയല്ല. അളാഫൻ മുളാഫതനുടെ ഹാലാണ് ഇത്. സൂപ്യാക്കളുടെ ഹാലല്ലേ? അവിടെ പറഞ്ഞ ഹാല് ഇവിടെ പറഞ്ഞ കഥ. ഓരോ രംഗത്തെത്തുമ്പോൾ നഹവിൻ്റെ വിഷയത്തെത്തുമ്പോൾ ഹാല് വേറെ, സെയ്ദിൻ്റെ ഹാൽ എന്താന്ന് വെച്ചാൽ അത് വേറെ, സൂഫിയാക്കൾ പറയുന്ന അക്വാല് ഹാലിൻ്റെ മുക്കാബിലിൽ പറയുന്ന ഹാല് വേറെ. അവിടെ ഉള്ളത് ഇവിടെ കൊണ്ട് ചെലവാക്കിയാൽ ഒത്തുപോകില്ല. അപ്പോൾ അളാഫൻ മുളാഫത്തൻ എന്നുള്ളത് ലാ തഅക്കുലൂന് കൈതല്ല എന്നാണ് പറഞ്ഞത്. അതാ അപ്പോൾ ഫലാ മഫ്ഹൂം ഉണ്ടാവില്ല. ബല്ലി മുറാഅത്തി മാ കാനൂ അലൈഹി മിനൽ ആദ. ആദത്തിനാൽ അവർ നിലനിന്ന് പോകുന്ന ഒന്നിനെ പരിഗണിച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതിനാ തൗബീഖൻ ലഹും അലാ ദാലിക. അതിൻ്റെ മേൽ അത് ആക്ഷേപിക്കാൻ വേണ്ടി അവർ മുളാഫത്തായിട്ടാണ് വാങ്ങുക, അങ്ങനെ സംഗതി എടുത്തു പറഞ്ഞു. അപ്പം നെഹീൻ്റെ ഈ കൈത് കളഞ്ഞാൽ നെഹി ഉണ്ടാവില്ലെന്ന് വിചാരിക്കണ്ട. ഇനി വത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഫീമാ നുഹീതും അൻഹു, എന്തിനെ തൊട്ടാണോ നിങ്ങളെ വിരോധിച്ചത് ആ വിഷയത്തിൽ പെട്ടുപോകലിനെ തൊട്ടുണ്ടാകണം. ഖുസൂസൻ അരിബ, ഇവിടെ റിബയാണല്ലോ പറഞ്ഞത്. അപ്പോൾ വത്തഖുല്ലാഹ നടന്നുണ്ട് ആമു ഖാസ്വാക്കാണ്. ഏത് വിഷയത്തിലും അതാണ് ഇത് ഫീമാ നുഹീതും അൻഹു.
വിരോധിക്കപ്പെട്ട സകലത്തിൽ ഖാസ് ഏതാണ്? ഇപ്പം നമ്മൾ ചർച്ച വിഷയം പലിശ വാമലി എടുക്കുന്ന പണിയും. എന്നാല് ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ മുഫ്ലിഹീങ്ങളാകുള്ളൂ എന്ന് പറഞ്ഞു. റാജീന റജാഗതിന ലഅല്ലാന്റെ റജാവ്. വത്തഖുന്നാറല്ലതീ ഉഇദ്ദത് ലിൽകാഫിരീൻ, നരകത്തിനെ നിങ്ങൾ കാക്കണം. അതാർക്കാ? കാഫിരീങ്ങൾക്ക് തയ്യാറാക്കിയതാണ്, നിങ്ങൾക്ക് തരാനല്ല. യാ അയ്യുഹല്ലദീന ആമനൂ വിളിച്ചിട്ട് നിങ്ങൾക്ക് തരാനാണ് നരകം ഉണ്ടാക്കിയത്, അത് കാഫിരിന് കൊടുക്കാനാണ്. പക്ഷെ നിങ്ങൾ സ്വയം അതിൽ പോയി വീഴാൻ പാടില്ല. ആ ഉഇദ്ദത്തിൽ കാഫിർ എന്ന് പറഞ്ഞ കലിമത്തുകൊണ്ട് മനസ്സിലായ അതാ അതെങ്ങനെ തഖ്വ ബിത്തഹർറുസി അൻ മുതാബഅതിഹിം, ആ കാഫിരീങ്ങളോടുള്ള മുതാബഅത്തിനെ തൊട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നരകം നിങ്ങൾക്ക് വേണ്ടിയല്ല തയ്യാറാക്കിയത്, കുഫാറുകൾക്ക് വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ചില പ്രവർത്തനത്തിന് ഓർക്ക് കൊടുക്കേണ്ട ശിക്ഷ നിങ്ങൾ അനുഭവിക്കുന്നവരാകരുതെന്നാണ് പറഞ്ഞോട്ട്. അഥവാ കുഫാറുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇടപാടുകൾ നിങ്ങൾ ചെയ്യുന്ന തൊട്ടും കാത്തു സൂക്ഷിക്കണം. വഫീഹി തംബീഹുൻ, ഇതിനെന്തുണ്ട്? ഒരു ഉണർത്തലുണ്ട്. അല അന്നന്നാറ മുഅദ്ദത്തുൻ ലിൽ കുഫാരി ബിദ്ദാത്ത്, നരകം എന്നുള്ളത് ബിദ്ദാത്ത് തയ്യാറാക്കിയതായിരിക്കും വേണ്ടിയ കുഫാറിനാണ്. ഒബില്ലറുന്ന സംഗതി വശാൽ എന്നുവെച്ചാൽ മഖ്സൂദല്ല, ആയിരിക്കും വേണ്ടിയില്ല സാർ കുറ്റം ചെയ്യുന്ന ആളുകൾക്കാണ്. വകാന അബൂ ഹനീഫത റളിയല്ലാഹു അൻഹു യഖൂൽ, പറയുന്നു, ഹിയ അഖ്വഫു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലുള്ള ഏറ്റവും പേടിപ്പിക്കുന്ന ആയത്ത് ഇതാണെന്ന്. ഇത് വത്തഖുന്നാറല്ലതീ ഉഇദ്ദത് ലിൽ കാഫിരീൻ, കുഫാറിന് വേണ്ടി നരകം തയ്യാറാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ പോയി വീഴാനാക്കണ്ടെന്നാണ് പറഞ്ഞിട്ടത്. എന്താ പറയുന്നത്? ഹൈസു ഔഅദല്ലാഹുൽ മുഅ്മിനീന ബിന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാറ് കൊണ്ട് താക്കീത് അറിയിച്ചു. ആ നാറെന്താൽ മുഅദ്ദത്ത് ലിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ്. എപ്പോഴും ഇല്ലം യത്തഖൂഹു ഫി അസ്നാഫി മഹാരിമിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച മഹാരിമുണ്ടല്ലോ, അതിൻ്റെ ഇനങ്ങളിലെല്ലാം തഖ്വ ചെയ്യാത്ത പക്ഷം. അപ്പം കുഫാർ എന്താക്കി? അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് തൗബ ചെയ്ത് വന്നു കഴിഞ്ഞാൽ വിട്ടല്ലോ. അതാണ് ആരോട് പറയുന്നത്? സത്യവിശ്വാസികളെ വിളിച്ചിട്ടാ പറഞ്ഞു കൊടുക്കുന്നത്. മറ്റവർക്ക് തയ്യാറാക്കിയ ഒരു സംഗതിയുണ്ട്, അത് നിങ്ങൾ അർഹരാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പഠിപ്പിക്കുന്നു. ഇനി വഅതീഉല്ലാഹ വർ-റസൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾ വഴിപ്പെടണം. ഫീ കുല്ലി മാ അമറക്കും ബിഹി വനഹാക്കും അൻഹു, എന്തെല്ലാം കാര്യങ്ങളോട് കൊണ്ട് അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ടോ അതിലും, എന്തെല്ലാം കാര്യങ്ങളെ തൊട്ട് വിരോധിച്ചിട്ടുണ്ടോ അതിലും. അമ്മാത്തന അതീഉല്ലാഹ പോരാ, വർ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വഴിപ്പെടണം കേട്ടാ. അല്ലദീ, അങ്ങനത്തെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി യുബല്ലിഗുകും അവാമിറഹു വനവാഹിയഹു, അള്ളാഹുവിൻ്റെ അമ്രുകളെയും അള്ളാഹുവിൻ്റെ നഹികളെയും ആ റസൂലാണ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നത്. അപ്പം അവരോടൊരു കടപ്പാടുണ്ട്. എനിക്ക് അല്ലയെ കൊണ്ടോ ഞാൻ ഫനായിലാണ്, റസൂലൊന്നും വേണ്ട പോയിക്കോ. അല്ലയെ റസൂലിനെ എവിടെ പരിശോധിച്ചിട്ടുള്ളത്? എന്നാലാണ് ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടുന്നവരാകാൻ. അത് റാജീന ലി റഹ്മത്തി. ഖാലൽ കാശാനി ഇമാമ് പറയുന്നു, വലാ യഖ്ഫാ അലൽ ഫത്നി, ബുദ്ധിമാനായ ഒരു മനുഷ്യനെ മറഞ്ഞു കിടക്കൂല മാ ഫീഹി, ഈ ആയത്തിലുള്ളത്. എന്താത്? മിനൽ മുബാലഗത്തി ഫി തഹദീദി അലർ റിബാ. കേട്ടാ, റിബാന്റെ മേലിൽ താക്കീത് കൊടുക്കുന്ന വിഷയത്തിൽ വളരെ മുബാലഗ ചെയ്തിട്ടുള്ളത്. എങ്ങനെ? ഹൈസു അതാബി ലഅല്ല, ലഅല്ല എന്നാ പറഞ്ഞത്. എന്തിന്? ഫി ഫലാഹി മാനിത്തഖാഹു, ഈ പലിശനെ കാത്തു സൂക്ഷിച്ചാക്ക് ഫലാഹിൽ ഉറപ്പല്ല പറഞ്ഞ ലഅല്ലേ പറഞ്ഞു. എന്നിട്ടോ ഒന്ന് ലഅല്ല എന്ന് പറയുമ്പോൾ പ്രതീക്ഷയല്ലേ വരുന്നുള്ളൂ, ഉറപ്പില്ലല്ല. രണ്ട് സുമ്മ അവഅദ അലൈഹി ബിന്നാർ, രണ്ടാമത് നരകം കൊണ്ട് കാത്താക്കി ധരിച്ചു. അല്ലത്ത് ഉഇദ്ദത്തിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടത്. ഏതോടൊപ്പം ആ കൗനിഹി മുഅ്മിനീൻ, ഇവരിപ്പം നിലവിൽ മുഅ്മിനീങ്ങളല്ലേ. എന്നിട്ടോ കുഫാറിന് കൊടുക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ താക്കീത് ഫമാ അഅ്ലമഹാ മിൻ മുസീബത്തിൻ
മുസീബത്തിനാൽ ഇതിനേക്കാണ് വലുതെന്താ ഉള്ളത്? എത്ര വലുതായി. തൂജിബ് ഇഖാബൽ കുഫാരി ലിൽ മുഅ്മിനീൻ, കുഫാറിന് പറയപ്പെട്ട ശിക്ഷയാണ് മുഅ്മിനീങ്ങൾക്ക് കൊടുക്കാൻ പറയുന്നത്. വമാ അശദ്ദഹു മിൻ തഗ്ലീലിൻ അലൈഹി, അതിൻ്റെ മേലിൽ പേടിപ്പിച്ചറിയിക്കുന്ന കടുപ്പം കൂട്ടുന്നത് എത്രമാത്രം ശക്തി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലാഫും മുലാഫത്തും വാങ്ങില്ല, കുറച്ചേ വാങ്ങുന്നുള്ളൂ എന്ന് വാങ്ങുന്ന പഠിച്ചാലും ആയിക്കോട്ടെ, അങ്ങനെ പുസ്തകം കൊടുക്കട്ടെ. ഇവിടെ നരകത്തിന് അവിടെ സീറ്റ് ഉണ്ടല്ല. قال رسول الله صلى الله عليه وسلم لعن الله آكل الربا وموكله وكاتبه وشاهديه. എത്ര ആള്? പലിശ വാങ്ങുന്നവനും തിന്നുന്നവനും, അത് തിന്നിക്കുന്നവന്. ആക്കിരുന്ന തിന്നുന്ന ആള്, തിന്നിക്കുന്ന ആള്, മൂക്കി അതിന് എഴുതിയ ആള്, അതിന് സാക്ഷ്യം വഹിച്ച രണ്ടാള്. അപ്പം ഇത്രയും 1, 2, 3, 2, 5 വ്യക്തികളായി. മിഷ്കാത്തുൽ ഹദീസിൽ 10 ഉണ്ട്. അത് ഹാമിലി വക്കാല, തങ്ങൾ പറഞ്ഞു ഹും സബാഉൻ, ഇവരെല്ലാവരും തുല്യന്മാർ തന്നെയാണ്. അഖ്റജഹു മുസ്ലിം അബൂ ദാവൂദ് വന്നസായി ഇബ്നു മാജ. ബണ്ട നമ്മൾ ജോലി ചെയ്തിട്ട് വെക്കുന്ന പലിശ ഇല്ല ബാങ്കോ ഇല്ലാത്ത ബാങ്കോ? എന്നാ പിന്നെ ആ മുണ്ടെടുക്ക്. വല്ലിബ ഇബാറത്തുൻ അൻ തലബി സിയാദത്തി, സിയാദത്തിനെ തേടലാണ് ഇത് റിബ. ഇതിന് അലൽ മാലി, മാലിന് വേണ്ടിയിട്ട്. വഹുവ കിസ്മാനി, 2 കിസ്മുണ്ട്. ഏതാ? റിബൻ നസീഅത്തി, മറ്റൊന്ന് റിബൽ ഫദ്ലി. റിബൻ നസീഅത്ത് എന്ന് പറഞ്ഞാൽ റക്കമാറ്റി കൊടുക്കണമെന്ന് ശറഅ് ചില നിയമം വെച്ചിട്ടുണ്ടാവും. അവിടെ കടമാക്കിയാൽ പറ്റില്ല. ചില വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ വിൽക്കുമ്പോൾ എന്താണ് റക്കമായിരിക്കണം. ആ റക്കത്തിന് പിന്നത്തരേന്നൊരു കടമാക്കലാണ് നസീഅത്ത്. അപ്പം എന്താ? ഈ ശറഇന്റെ നിയമം പാലിക്കാതെയുള്ള കച്ചവടം. റിബൽ ഫദ്ലി എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് കൊടുത്തിട്ട് അധികം വാങ്ങല്. അങ്ങനെ 2 ഇനുണ്ട്. അതാ അമ്മാ റിബൻ നസീഅത്തി, റിബൻ നസീഅത്ത് എന്ന് പറഞ്ഞത് ഫഹുവ മാക്കാന, മഹലിൽ വിശാലമായിട്ട് വെയിൻ്റെ ബാബിൽ പറഞ്ഞിട്ടുണ്ട്. ഫഹുവ മാക്കാന യതആറഫുഹു അഹ്ലുൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും പരസ്യമായി അറിയാൻ കഴിയുന്നത് റിബൻ നസീഅത്ത്. വയതആമലൂന ബിഹി, അതുകൊണ്ട് എന്താക്കും? ഇടപാടും നടത്തും. വഖദ് സബഖ ആനിഫൻ, അതിനെപ്പറ്റി അല്പം സൂചിപ്പിച്ച് കഴിഞ്ഞു, ഒരു അവധി വെച്ചിട്ട്. ഇനി വമ്മ റിബൽ ഫദ്ൽ ഏതാണ്? ഐ അഖ്ദുൽ ഫദ്ലി ഇൻദ മുഖാബലത്തിൽ ജിൻസ് ബിൽ ജിൻസ്, ഒരു ജിൻസിന്റെ പകരം മറ്റൊരു ജിൻസ് കൈമാറ്റം ചെയ്യുന്നു. പഴയ കാലത്ത് ചിലപ്പോൾ ചെക്കും നോട്ടൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ അടുക്കൽ ഇന്ന സാധനങ്ങളുണ്ട്, അത് നീക്ക് തരാം. നിൻ്റെ അടുക്കൽ എനിക്ക് ആവശ്യമുള്ള ചില സാധനം അതിങ്ങോട്ട് തരാം. അത് ഭക്ഷ്യവസ്തുക്കളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജിൻസിന് ഐ നഖ്ദൻ, അതാ നഖ്ദൻ റക്കമായിട്ട് തന്നെ. നസീയത്ത് അവിടെ വരുന്നില്ല. പക്ഷേ നസീയത്ത് വന്നിട്ടില്ലെങ്കിലും എന്ത് വന്നിട്ട്? ഫദ്ൽ വന്നിട്ടുണ്ട്. അതാണ് മിനൽ ഹിന്തത്തി, ഹിന്തത്തിൻ്റെ ഒരു സായ്, അത് ഒരു ജിൻസയില്ലേ? ബി സാഇനി മിൻഹ, അതേ ഹിന്തത്തിൽപ്പെട്ട 2 സായിന് പകരം 1-ന് 2. അവിടെ നഖദൻ എന്ന് പറഞ്ഞത് എന്താണ്? നസീയത്തിൻ്റെ ഓപ്പോസിറ്റ്. റക്കമായി തന്നെ കൊടുക്കുന്നുണ്ടെങ്കിലും ഫദ്ൽ വന്നുപോയി. വമാ അശ്ബഹ ദാലിക, ഇതിൻ്റെ കൂടുതൽ വിശദീകരണം അഹ്ലി കിതാബിൽ ബൈഅൻ്റെ ബാബിൽ വരും. അപ്പം ജിൻസായിട്ട് വെക്കുന്നില്ല. സ്വർണവും വെള്ളിയും തമ്മിൽ കൈകാര്യം ചെയ്യുമ്പോൾ ജിൻസ് മാറിയില്ലേ? അതല്ലേ ജിൻസിൻ്റെ പകരം സ്വർണത്തിൻ്റെ ജിൻസ് വേറെ, വെള്ളിയുടെ ജിൻസ് വേറെ, അരിയുടെ ജിൻസ് വേറെ, മറ്റൊന്നിൻ്റെ ജിൻസ് വേറെ. അതാ വഖദ് ഇത്തഫഖ ജംഹൂറുൽ ഉലമാ, ഭൂരിപക്ഷം ഉലമാക്കന്മാർ ഏകോപിച്ച അലാ തഹരീമി റിബ ഫിൽ ഖിസ്മൈനി, 2 ഇനങ്ങളിലും റിബ ഹറാമാണ് എന്ന വിഷയത്തിൽ ഏകാഭിപ്രായക്കാരാണ്. എന്തുകൊണ്ട്? ഫഇന്ന റിബ യളുറു ബിഈമാനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഈമാനിന് കോട്ടം വരുത്തുന്ന സാധനമാണ് റിബ. അത് ഏത് ഇനമായാലും ശരി. ഈമാനിന് കോട്ടം വരുമോ? ഒന്നും പറ്റില്ല. അത് ഫോമിൽ വിളിച്ചാലും പറ്റില്ല. വഹുവ വൈൻകാന സിയാദത്തൻ ഫിൽ ഹാൽ, ഇപ്പോൾ സിയാദത്താണെങ്കിലും റിബ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് അധികം കിട്ടുന്നുണ്ടല്ലോ. ലാകിന്നഹു നുഖ്സാന ഫിൽ ഹഖീഖത്തിൽ, അതെന്താണ്? നഷ്ടം. ഇത് ഈമാനല്ലേ നഷ്ടപ്പെടുന്നത്. എന്താണ്? ഫഇന്നൽ ഫുഖറാ അല്ലദീന യുശാഹിദൂനൽ മുറാബിയ, പലിശ ഇടപാട് നടത്തുന്ന ഇടപാടുകാരെ ഫുഖറാക്കൾ കണ്ടാൽ എവിടെ യഖുദു അംവാലഹും ബിസബബി റിബ, റിബാന്റെ കാരണം വച്ചിട്ട് എന്താക്കും? ഈ സാധുക്കളെ പൈസ എന്ന് പിടിച്ചെടുക്കുന്നു. അവർ എല്ലാ നൂനഹും എപ്പോൾ ശപിച്ചുകൊണ്ടേയിരിക്കും.
ആളെ തോപ്പിക്കുന്ന കച്ചവടക്കാരെ പോലെ അവന് വിറയിച്ചിട്ട് തോപ്പിച്ചാൽ മതി. എപ്പോൾ ചാപയോർത്ത് കിട്ടിക്കൊണ്ടേക്കും. അതുപോലെ സംഘടനാപരമായിട്ട് പാര വെക്കാൻ നടക്കുന്നതാക്കുന്നതൊക്കെ മറുവശത്ത് നിന്ന് നല്ല വെടിയുണ്ട് കണക്കെ തവറാൻ തോന്നുന്നുണ്ട് തടി കാക്കാൻ വേണ്ടി. ഇതിൻ്റെ ആറ്റം ബോംബ് അടിച്ചിട്ടുണ്ടെന്ന് പാര വെക്കുന്നു എനിക്ക് ഓനെ എപ്പോൾ ഉണ്ടെന്ന് തെക്കിൽ അല്ല അങ്ങനെയുള്ള റൗദലുണ്ടല്ലോ. എന്താണ് വഹഫറത്തമൻ ഹഫലലി വാക്യൻ ഹുവ ഫീഹാ എന്താ പറയുന്നത്, ഞാൻ വീഴാൻ വേണ്ടി ആരെങ്കിലും ഒരു കൊയ്യ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓന അതിൽ തന്നെ ഓമ്പ് എന്നോനാക്കണോ. അപ്പൊ കുഴിച്ചോനാണ് ഉണ്ടാക്കുന്ന കൊയ്യിലേക്ക് വീഴുന്നത്. അവനിക്കെതിരെ ഫുഖറാക്കളെ ദ്വാരക്കുന്നുണ്ട്. ഇവൻ ഹലാക്കായി പൊട്ടി. അവ തൽക്കാലം കുറച്ച് പൈസ അധികം കിട്ടിയില്ലെങ്കിലും എന്തായി ശപിക്കപ്പെട്ടവനായി മാറുന്നു. സാധുക്കളെ ശാപം. അപ്പൊ അവനെ തൊട്ട് എല്ലാ ഖൈറും എല്ലാ ബറക്കത്തും നീങ്ങാനുള്ള കാരണമായി ഈ കേടായ ദുആ, പാപങ്ങളെ ദുആ. എന്തിനുള്ളത്? ഫീ നഫ്സിലാവട്ടെ മമാലിലാവട്ടെ. കണ്ടാ? മാത്രമല്ല ഫിസ്കുൽ കൽബി, കൽബിന്റെ ഫിസ്കും ബാധിച്ചവന്. വഗില്ലത്തുഹു, കൽബിന് കാഠിന്യവും കൂടി. കൽബിന് അയവുണ്ടാവില്ല. 10 പൈസക്ക് വേണ്ടിയിട്ടായിരിക്കും ഓനെ മറ്റോനാ കൊല ചെയ്യുന്നു. ദിബാനെ ഉപയോഗിക്കുന്ന മനുഷ്യനെ അല്ലാഹു തആല അവന്റെ ഒരു സദഖയും സ്വീകരിക്കില്ല. ഒരു വരി വിട്ടു പിന്നല്ലേ. ബൽ അമ്മാ യതഫറഉ മിൻ നഖ്സി ഇർളിഹി വഖദരിഹി. മാത്രമല്ല എന്തുണ്ട്, അവന്റെ ഇർള്, അവന്റെ അഭിമാനം, അവന്റെ കദർ എന്തായി ചുരുങ്ങി. അത് മറ്റൊരു കാര്യമാണ്. അതാടാ പലിശക്കാർ അതാ ആളടയിൽ അവന്റെ മാന്യത നഷ്ടപ്പെട്ടു. പിന്നെ ജനങ്ങളുടെ ആക്ഷേപസ്വരം അവനെ കൊള്ളെന്താണ് ഏൽക്കുന്നുണ്ട്. വസുഖൂത്തി അദാലത്തി, അവനെ സാക്ഷിക്ക് കൊള്ളാണ്ടായിട്ടുണ്ട്. വസവാലി അമാനത്തിഹി, അവന്റെ അമാനത്ത് നീങ്ങിപ്പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവനിക്ക് കിട്ടിയ കോള്. ഫിസ്കൽ കൽബ് എന്ന് പറഞ്ഞല്ലോ. സദഖ സ്വീകരിക്കൂല, വല ജിഹാദും സ്വീകരിക്കൂല, വല ഹജ്ജും സ്വീകരിക്കൂല, വല സ്വലാത്ത്, നിസ്കാരവും സ്വീകാര്യമല്ല. വഖദ് സബത ഫിൽ ഹദീസിൽ സുബൂതായി അന്നൽ അഗ്നിയാ യദ്ഖുലൂനൽ ജന്ന, അഗ്നിയാക്കൾ സ്വർഗത്തിൽ കയറുന്നത് ബഅദൽ ഫുഖറാ, ഫുഖറായിന് ശേഷമാണ് എന്നവർ. അപ്പോൾ ആദ്യാധികാരി എത്ര കൊല്ലം? ബി 500 കൊല്ലം മുമ്പ് ഫുഖറാ സ്വർഗത്തിലെത്തി അല്ലേ? അപ്പൊ ഈ ഖനീജ് സ്വർഗത്തിൽ കയറിയില്ലേ? ഏത് ഖനീജ്? ശറഈയായ ഖനീജ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്വർഗം കിട്ടൂലല്ലോ. മനസ്സിലാക്കുന്നില്ല. 500 കൊല്ലം കേട്ട് കയറുന്ന ഖനീജാരാണ്? ശറഈയായ ഖനീജുള്ളവനാണ്, ഹലാലായ പൈസ ഉള്ളവനാണ്. പക്ഷെ വൈകിയത് ഖന കൊണ്ടാണ്. അപ്പോൾ ഹലാലായ ശറഈയായ മാർഗത്തിൽ കൂടി ഖനിയ ഒരാളാണ് 500 കൊല്ലം വൈകുന്നത്. കബാലിക്ക എന്നാ ബിൽ ഖനിയ്യ മിനൽ വജ്ഹിൽ ഹറാം, ഹറാമായ വഴിയിൽ കൂടി പൈസ സമ്പാദിച്ച ഖനിയായിട്ട് എന്താക്കി ഇങ്ങനെ കൊമ്പി മേപ്പിച്ച് നടക്കുന്നവന് എപ്പോൾ സ്വർഗത്തിൽ കയറാന്ന് പറഞ്ഞു. ഫൽ ഇൻസാനു മഅ ഫഖരിഹി വഹാജതിഹി, ഇനി ഒരു ഇൻസാനി അവന് ഫഖറുണ്ട്, ഹാജത്തുണ്ട്. ഇദാ തവക്കല അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ അവൻ തവക്കുലാക്കി. എന്ന കാര്യമല്ല അള്ളാഹ് നടത്തി കൊടുക്കും. നിങ്ങൾ വാനാട് എനിക്ക് പലിശ തിന്നാനോ കൊടുക്കാൻ നിങ്ങൾ ഒരു സബബാ കണ്ടാന്നാണ് പറഞ്ഞു വരുന്നത്. വഹസനില അബീദി, അവൻ്റെ അടിമകളിലേക്ക് ഹിസാൻ ചെയ്താൽ ഫല്ലാഹു സുബ്ഹാനഹു വതആല ലാ യത്റുഖുഹു ലായിഅൻ ജായിഅൻ ഫിദ്ദുനിയാ, അവനെ ലായിയായിട്ടും വിശക്കുന്നവനായിട്ടും അല്ലാഹു തആല വെറുതെ ഉപേക്ഷിക്കൂല. ബൽ യസീദു കുല്ല യൗമിൻ ഫീ ജാഹിഹി, ഓരോ ദിവസത്തിലും അവൻ്റെ ജാഹി ഏറ്റിക്കൊടുക്കലാണ് ചെയ്യുന്നത്. മാത്രമല്ല വദിക്രിഹിൽ ജമീൽ, അവൻ്റെ നല്ല വിഷയങ്ങളും. വയുമീലു ഖുലൂബൻ നാസി ഇലൈഹി, ജനങ്ങളുടെ കൽബിനെ അതിലേക്ക് എന്താക്കും? ചായച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഫക്കീറാന്ന് വെച്ചിട്ട് പലിശ കൊടുക്കുന്നവനാകണ്ടെന്ന് പറഞ്ഞു വരുന്നു. ഇതിന് ഓപ്പോസിറ്റായിട്ട് വന്നാൽ
ഫയകൂനു അംറുഹു അസീറൻ ഫിദ്ദുനിയ വൽ ആഖിറ. അവൻ്റെ അമരെന്താന്ന് ദുന്യാവിലും ആഖിറം ഞെരുക്കം തന്നെ. എന്തുകൊണ്ട് മൂക്കിലായില്ല, ഇനി മൂക്കിൽ തന്നെ ഫില്ലാം ഫി അതല്ല. വൽ അമലു സൂഉ ചീത്തയായ പ്രവർത്തനങ്ങൾ യുൻസഉ ബിഹിൽ ഈമാനു ഇൻദൽ മൗത്ത്. മൗത്തിന്റെ നേരത്ത് അത് കാരണത്താൽ ഈമാൻ ഊരപ്പെട്ടു പോകും. വയസ്തഹിഖു ബിഹി സാഹിബുഹു. അപ്പോൾ അതിൻ്റെ സാഹിബ് അവകാശിയായി അൽ ഖുലൂദ ഫിന്നാർ. നാറല്ല, ഖുലൂദിനെയാണ് അവകാശിയായത്. കൽ കുഫാറിന്റെ മാതിരി. നഊദു ബില്ലാഹി തആല മിൻ ദാലിക ആമീൻ. വറവാ അബൂബക്കർ അൽ ബറാഖ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു അതൊട്ട് അബീ ഹനീഫത്ത് റളിയല്ലാഹു അൻഹു തൊട്ട് അക്സറു മാ യൻസഉൽ ഈമാനു ലിഅജ്ലി ദുനൂബി ഇൻദൽ മൗത്ത്. കണ്ടോ, ഈമാനിനെ ദോഷം കാരണത്താൽ എന്താക്കും, മൗത്തിന്റെ നേരത്ത് ഈമാൻ ഊരക്കപ്പെടുന്ന അക്സർ. വഅസ്റഉഹാ നസ്അൻ, അതിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് ഊരിപ്പോകൽ ഈമാനി ദുൽമുൽ ഇബാദ്. ഇബാദിനെ ദുൽമ ചെയ്യലാണ്. ബലഹീനന്മാരും ചോദിക്കാനും പറയുന്ന ആളില്ലാത്തൊക്കെ എന്തെങ്കിലും തരം ദുൽമ ചെയ്താൽ എന്താക്കും, ഈമാൻ ഊരം വളരെ സ്പീഡിൽ അങ്ങോട്ട് ഊരിക്കോളും. അതുകൊണ്ട് ഫത്തഖില്ലാഹ അയ്യുഹൽ മുഅ്മിൻ, നീ അല്ലാഹണം. ഫത്തഖീന്റെ മഫ്അലിപ്പുറം വരുന്ന അല്ലാഹു തആല. വലാ തദ്ലിം ഇബാദല്ലാഹി, വലാ തദ്ലിം ഇബാദല്ലാഹി, അല്ലാഹുവിൻ്റെ അടിമകളെ നീ ദുൽമ ചെയ്യല്ലേ. ബിഅഖ്ദി അംവാലിഹിം, അവരുടെ പൈസ പിടിച്ചിട്ട് മിൻ ഐദീഹിം, അവരുടെ കയ്യിൽ നിന്ന് ബിഗൈരി ഹഖ്ഖിൻ, ഹക്ക് കൂടാതെ. ചെയ്യുമ്പോലെ വായിക്കോ, ആവശ്യൻ്റെ കോടതി പോയിക്കോ, തരൂല. അങ്ങനെ എനിക്ക് എത്ര പേരുണ്ടെങ്കിൽ ഞാൻ വാങ്ങുക എൻ്റെ വർക്കുന്നു. അങ്ങനെ അപ്പം ഇപ്പം വലിയ ഭീമനായിട്ട് നടക്കാം. പക്ഷെ എനിക്ക് ഭീമാൻ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പിന്നെ അല്ലാഹു തആല കടുത്ത ബക്കറ്റ് തരത്തിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്തു. അതായത് അഷീറ ഫിദ്ദുനിയ എന്ന് പറഞ്ഞില്ലേ. ഫഇന്നഹു ഹൂബുൻ കബീർ, അത് വമ്പിച്ച കുറ്റാണ്. അസമനല്ലാഹു തആല വയ്യാക്കും മിൻ സൂഇൽ ഹാൽ ആമീൻ. ഇനി അടുത്തൊരു ഉപദേശമാണ്. അല്ലാഹു തആല മഗ്ഫിറത്തും ജന്നത്തും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താക്ക്, അവസരം കിട്ടുന്ന എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുത്തേക്ക് എത്താൻ നോക്കുന്നവർ വല്ലാത്തവരെയും വിളിക്കാൻ. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നഹ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഊ എന്ന് പറഞ്ഞാൽ ബാദിറൂ വ അഖ്ബിലൂ, നിങ്ങൾ മുന്നിട്ട് വാ, വേഗം ഉളരിച്ചോ, സമയം കളയല്ല. വേഗമാകട്ടെ, വേഗമാകട്ടെ. ലോട്ടറി വെക്കുമ്പോഴല്ലോ വേഗമാവട്ടെ, വേഗമാണ്. ഇന്നാണ്, നാളെയല്ല, നാളെയല്ല. വേഗമാവട്ടെ, വേഗമാവട്ടെ. അങ്ങനെയല്ലേ അറിയില്ലേ? ആ ശരി. എവിടത്തേക്ക്? ഇലാ മഗ്ഫിറത്തിൻ, മഗ്ഫിറത്തിലേക്ക്. ആരുടെ വക്കൽ നിന്നുള്ള മഗ്ഫിറത്ത്? മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ വക്കൽ നിന്നുള്ള മഗ്ഫിറത്ത്. അപ്പം മിർ റബ്ബിക്കും എന്നുണ്ടാക്കി മഗ്ഫിറത്തിൻ്റെ സിഫത്ത് പറയുമ്പോൾ എന്താക്കണം, സിഫത്താക്കാൻ ഒരു കായിനത്ത് കൂട്ടിക്കൊടുത്തു. മഗ്ഫിറത്തിൻ എന്ന് പറഞ്ഞതിന് സിഫത്തല്ല, മിർ റബ്ബിക്കും, റബ്ബിൻ്റെ വക്കൽ നിന്നുള്ള സിഫത്ത് മഗ്ഫിറത്ത്. അപ്പം ആ സിഫത്താക്കി മറിക്കാനാണ് കായിനത്തിന് നടക്കൂട്ടിയത്. വജന്നത്തിൻ, ജന്നത്തിലേക്കും വാ. ഐ ഇലാമായുസ്ത, അപ്പം ജന്നത്തും സ്വർഗത്തിലേക്ക് നമ്മെങ്ങനെ പോക്ക്? മഗ്ഫിറത്ത് ഇവിടെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അടുത്തേക്ക് പായാന് സ്വർഗം അമ്പി കണ്ടിട്ടുണ്ട്, അടുത്തേക്ക് പായാന്. അതിന് പറയുന്ന അതിലേക്ക് കാരണമാക്കുന്ന കാര്യങ്ങളിലേക്ക് വന്നാൽ മതി. ഐ ഇലാമാ യുസ്തഹക്കാനി ബിഹി, ഏത് രണ്ടുകൊണ്ടാണോ മഗ്ഫിറത്തും ജന്നത്തും കിട്ടുന്നത് ആ കാര്യത്തിലേക്ക്. കൽ ഇസ്ലാമി വത്തൗബത്തി വൽ ഇഖ്ലാസി വദാഇൽ വാജിബാത്തി വതർക്കിൽ മൻഹിയാത്ത് തുടങ്ങിയ കാര്യങ്ങൾ എന്താകും, സ്വർഗത്തിന് ഉണ്ടാക്കി തീർക്കുന്ന അസ്ബാബുകളാണ്. അതിലേക്ക് വാനോനാഞ്ഞവൻ. 1 ഇസ്ലാം, 2 തൗബ, 3 ഇഖ്ലാസ്, അദാഉൽ വാജിബാത്ത്, മൻഹിയാത്ത് ചോദിക്കൽ. ഇനി സ്വർഗത്തിൻ്റെ വിശേഷണമാണ് പറയുന്നത് അർളുഹസ് സമാവാതു വൽ അർള്, അതിൻ്റെ വീതി ആകാശങ്ങളും ഭൂമിയും. അപ്പം ആകാശത്തിൻ്റെ വീതി എന്നാണ്. അപ്പം നീളത്തിന് അറ്റം പറയാൻ കഴിയും. വീതി എന്ന് പറഞ്ഞത് ചെറിയ അളവിനല്ലേ പറയും. ഈ കട്ടൻ്റെ നീളയുടെ വീതി എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗം ഒരുപോലെയാണ്. നീളം വീതിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. ഇതാണെങ്കിലോ ഇത് നീളമെന്ന് വിഭാഗത്തിടും, ഇങ്ങനെ വീതി വിഭാഗത്തിടും. അപ്പം 2 അളവിൽ നിന്ന് ചെറിയ അളവാണ് അളവ്. അപ്പം ചെറിയ അളവാണ് സമാവാത്ത് ഉറന്നു. അപ്പം പിന്നെ അതിൻ്റെ ലെങ്ത് എത്രയാന്ന് പിന്നെ കണക്കാക്കാൻ കഴിയോ? അതാ
അർളുഹ സമാവാത്തു വൽ അർളു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകലം സമാവാത്തും അർളുവാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാക്കുന്ന അകലത്തിൻ്റെ ഖബർ പറഞ്ഞ എന്താ സമാവാത്തു വൽ അർളു എന്നല്ലേ. ആകാശം ഭൂമിയാണെങ്കിൽ വീതി എന്നാണ്. വീതി എന്നുള്ളത് ഒരു അളവല്ലേ, ഒരു മിഖ്ദാറിനെ തൊട്ട് ഇബാറത്താണ് ഒരു നീളം വീതി എന്നുള്ളത്. അപ്പം മുബത്തദ പറഞ്ഞിട്ട് ഖബർ എന്താകുന്നില്ല, ഷൂട്ടാകുന്നില്ല. ആകാശ ഭൂമിയുടെ അകലം പോലെയുള്ള അളവാണ് എന്നർത്ഥം. അതാ സിഫത്തുൽ ജന്നത്തി, ജന്നത്തിൻ്റെ സിഫത്താണത്. എന്താ പറഞ്ഞാൽ അതിന് നീളമെന്ന് പറഞ്ഞൂടെ. അതാ ദിക്റുൽ അറളി, അറള് ഇപ്പം വലിപ്പം കാണിച്ചിട്ട് പറഞ്ഞത് ലിൽ മുബാലഗത്തി ഫീ വസ്ഫിഹാ ബിസ്സഅതി, വിശാലതയുടെ വിഷയത്തിൽ അതിനെ മുബാലക പറയാൻ വേണ്ടിയിട്ടാണ് എന്താക്കിയത്. അറളാണ് ആകാശം ഭൂമിയുടെ അളവ്. അപ്പം നീളത്തിന് എന്നെ പറഞ്ഞാൽ പരിധി കിട്ടൂല. അല്ല അല്ല തരീഖത്തി തംസീലിൻ്റെ രൂപമാണ് അതാണ്. ഇത് കൃത്യ അളവല്ലത്. ആക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ഉദാഹരണത്തിൽ കൂടി പറഞ്ഞത്. അതുകൊണ്ട് ഫൈനൽ അർള ഫിൽ ആദത്തി, ആദത്ത് പ്രകാരം അർള് എന്ന് പറഞ്ഞാൽ അതിനാമിന തോലിനാക്കാണ് ചെറുതായിരിക്കും. അവൻ കൃത്യമായ സ്ക്വയറാണെങ്കിൽ നീളം വീതി സമയം ഉണ്ടാവില്ലേ, അതിന് ആദത്ത് എന്ന് പറയുന്നത്. ഇനി സ്വർഗത്തിന്റെ മറ്റൊരു അനുഭവം, നേരത്തെ നാറ് ആരിക്കൊണ്ട് തയ്യാറാക്കി എന്നാ പറഞ്ഞത്, കുഫാറിന്. ഇത് ഉഇദ്ദത്തിൽ മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ തന്നെ തയ്യാറാക്കപ്പെട്ടതാണ് എന്നുള്ള അറിവ് ബാക്കിയിലുണ്ട്. അപ്പോൾ മെത്തസിലാക്കൾ പറയും പോലെ അന്നൊക്കെ ഒന്ന് തട്ടിക്കൂട്ടലൊന്നുമല്ല. മെത്തസിലാക്കൾക്ക് ഒരുപാട് കഴിവുണ്ട്, പക്ഷെ വലിയൊരു പാർട്ടിയാണത്. അപ്പം അങ്ങനത്തെ എല്ലാം ചാടിപ്പായ അതെല്ലാം ചവറ്റുകൊട്ടിന്ന് ഭാര്യ എടുത്തിട്ടാണ് ഇന്നത്തെ പുത്തനേഷ്യക്കാർ പുതിയ രൂപം ഉണ്ടാക്കിയത്. മെത്തസിലാക്കലുണ്ടാകും, റാഫിലിയാക്കലുണ്ടാകും, തദിലിയാക്കലുണ്ടാകും, എല്ലാ കൂട്ടത്തിനെ അതെല്ലാം മുറിച്ചെടുത്തിട്ട് പുതിയ രൂപം. അതാ ഹുയ്യഅത് ലഹും, മുത്തഖീങ്ങൾക്ക് കൊണ്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വഫീഹി ദലീലുൻ അലാ അന്നൽ ജന്നത മഖ്ലൂഖത്തുൻ ആന, അപ്പം ഇപ്പം തന്നെ പടച്ചു വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന ദലീലായി. ഉഇദ്ദത് എന്നല്ലാണ്ട് അന്ന് തട്ടിക്കൂട്ടിയിട്ടുണ്ടാക്കും എന്നല്ല പറഞ്ഞത്. നാറിനോട് അങ്ങനെ തന്നെ പറഞ്ഞു. വഅന്നഹാ ഖാരിജത്തുൻ അൻ ഹാദൽ ആലമി, ഈ ആലമിൻ്റെ അപ്പുറമാണത്. ഇവിടുന്ന് പിറക്കിരുന്നിട്ട് നോക്കിയാൽ ഓട്ടത്തോടൊന്നും കാണിച്ചു തരാനൊന്നും കഴിയില്ല. വഅമ്മൽ അവ്വലു, ഒന്നാമത്തെ ഇത് ഇപ്പം തന്നെ മഖ്ലൂഖത്താണെന്നല്ലേ, അത് ഫലിദലാലത്തി ലഫ്ളിൽ മാദി, മാദിയായ കലിമത്താണ് പറഞ്ഞത്. ഉഇദ്ദത്ത് എന്നല്ല തുഅദ്ദു, ഭാവിയിൽ അതൊരുക്കും എന്നല്ല പറഞ്ഞിരിക്കും, ഇപ്പം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. വഅമ്മസാനി, ഇനി രണ്ടാമത്തെ ഇത് ആലമിൻ്റെ പുറത്താണെന്ന്. നമ്മ ആലമായി പറയുന്നതിൻ്റെ പുറത്ത്, അല്ലാണ്ട് ആലമിൻ്റെ മഫ്ഹൂമിൻ്റെ പുറത്ത് പറ്റൂല. എന്തുകൊണ്ട്? ആലമിന് മഫ്ഹൂമുണ്ട്, അല്ല ഒഴികെയുള്ള ബാക്കി എല്ലാ വസ്തുക്കളും എന്നതിൽ ഈ സ്വർഗം ആലമാണ്. അപ്പൊ ഈ പറയുന്നത് എന്താണ്? ഇന്ന് നമ്മ ആലമായി കാണുന്ന ഈ ആകാശം ഭൂമി അന്യം അതിൻ്റെ അപ്പുറം. അപ്പൊ നമ്മളെ ശ്രദ്ധാർത്ഥത്തേക്ക് എത്തൂല. അത് ഫലി അന്ന മാ യകൂനു അർളുഹു, ഒരു സാധനത്തിന്റെ അർള് കഅർളി ജമീഅ ഹദൽ ആലം, ഈ ആലമിനെ ജമീഅ പോലെയായി. അപ്പൊ തൂല് കൊള്ളൂലല്ലോ. ഒരു സാധനത്തിന്റെ പരമാവധി അളവ് ഇതേ ഉള്ളൂ എങ്കിൽ ഇതിനെത്താണ് 2 സെന്റിമീറ്റർ ഇപ്പം ഉള്ളത്. നീളോ 6 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ 2 സെന്റിമീറ്ററിന്റെ വീതിയുള്ള സാധനത്തെ 6 സെന്റിമീറ്റർ നീളം കുളിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ആലമിന്റെ ഉള്ളിലല്ല പുറത്താന്ന് തോന്നുന്നു. മനസ്സിലായി നമ്മ? അപ്പൊ ലാ യകൂന ദാഖിലൻ ഫീഹി, ആലമിന്റെ ഉള്ളിൽ കയറ്റാൻ കഴിയൂല. അപ്പൊ ആലമിന്റെ പരിധിക്ക് പുറത്താണിത്. അതാ റോവിയ അന്ന റസൂല ഹിർക്കൽ, അള്ളാൻ റസൂൽ വരുന്നേ ഉള്ളൂ. ഹിർക്കലിന്റെ ദൂതൻ രാജാവല്ലേ, സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. ഫഖാല, പറഞ്ഞു, ഇന്നക തദഉ ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു, ആകാശഭൂമിയുടെ അത്ര വീതിയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ വിളിക്കുന്നു. അപ്പൊ അവിടെ നരകം പറഞ്ഞില്ലല്ലോ, ഫൈനന്നാർ. ഫഖാല അലൈഹിസ്സലാം പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, ഫൈനൽ ലൈലി ഇദാ ജാഅ അൻ-നഹാറു, നഹാറ് പറയുന്ന അവസരത്തിൽ അവിടെ ലൈല് ഇല്ലല്ലോ.
അപ്പൊ സ്വർഗത്തിന്റെ വിശാലത പറയുമ്പോൾ നരകത്തിന്റെ ചർച്ച അവിടെ വരൂല, അത് വേറെ ചർച്ച ചെയ്ത് പറയണം. വൽ മാന, അപ്പൊ അതിന്റെ ഉത്തരത്തിന്റെ അർത്ഥം എന്താ? വല്ലാഹു അലം. ഇതാ ദാറൽ ഫലക്കു, ഫലക്കിങ്ങനെ കറങ്ങിയാൽ ഹസലൻ നഹാറു, പകലുണ്ടാകുന്നു അല്ലേ? ഫീ ജാനിബി മിനൽ ആലം, ആലമിന്റെ ഒരു ജാനിബിൽ. ഇപ്പം ഇവിടെ പകലാണ്. എന്നാ വല്ലൈലു ഫീ ലിദ്ദി ദാലിക്കൽ ജാനിബി, രാത്രി എന്നുള്ളതിന്റെ മറുവശത്തുണ്ടാകും. അതിലിപ്പം ശാസ്ത്രം പറയുന്നത് തന്നെയല്ലേ. ഫഖദൽ ജന്നത്തു, ഇതുപോലെ ജന്നത്തി ഫീ ജിഹത്തിൽ ഉൽവി, മുകൾ ഭാഗത്തിലേക്ക് പറയുമ്പോൾ വന്നാറു ഫീ ജിഹത്തി സുഫ്ലി, നാരെന്താകും അതിന്റെ താഴ്ഭാഗത്തുണ്ടാകും. അത് തീർന്ന്. ഇനി ഈ സ്വർഗം തയ്യാറാക്കപ്പെട്ട ആ മുത്തഖീങ്ങളെ ഔസാഫാണ് നിന്ന് الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. അതാ അവര് യുൻഫിഖൂന, ചെലവാക്കുന്നവരാണ്. ഐ സിഫത്തുൻ മാദിഹത്തുൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മദ്ഹ് പറഞ്ഞുകൊണ്ടുള്ള സിഫത്താണ്. സിഫത്ത് രണ്ടും ആകാല, മധുവാകാം ദമ്മുവാകാം. ഇവിടെ മദ്ഹ പറയുന്നു. സറായിലും നറായിലും എന്ന് പറഞ്ഞാൽ മനുഷ്യനിക്കുണ്ടാകുന്ന രണ്ട് ഹാലത്താണ്. ഫി ഹാലത്തൈ റഖായി വശിദ്ദത്തി, ക്ഷാമകാലവും ക്ഷേമകാലവും എന്ന് പറയാം. നല്ല വേണന്മാർ പറച്ചിലാവുള്ളൂ. അല്ലെങ്കിലോ അൽ ഗിന വൽ ഫഖർ എന്ന് പറഞ്ഞു, സന്താപത്തിലും സന്തോഷത്തിലെന്നും പറഞ്ഞു. വൽ യുസ്രി വൽ ഉസ്രി. അപ്പോൾ റഖായിൽ ചിലവാക്കുന്ന അത്ര ചിലപ്പോൾ എന്താവില്ല, ശിദ്ദത്തിൽ ചിലവാക്കാൻ കഴിഞ്ഞോളന്നില്ല. എന്നാലും ഒരു അസൽ ചെലവ് അതുണ്ട്. ഐ ലാ യഖ്ലൂന ഫീ ഹാലിമ്മ, അവരെ ഒരു ഹാലും ഒഴിയൂല. ബി ഇൻഫാഖി മാ ഖദറു അലൈഹി, അവർക്ക് അപ്പോൾ ആപതാകുന്ന ഇൻഫാഖിനെ തൊട്ട് ഒഴിയൂല. അപ്പോൾ റഖായ് എന്ന് പറയുമ്പോൾ സന്തോഷകാലത്തുള്ള അത്ര അളവെപ്പം ഉണ്ടാവില്ല, സന്താപകാലത്ത് ഉണ്ടാവണമെന്നില്ല. റഖായിൻ്റെ കാലത്തുള്ള അത്ര അളവ് എപ്പോൾ ഉണ്ടാവില്ല, ഷിദ്ദത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ എന്നാലും രണ്ട് കാലത്ത് ഒഴിയൂല, ഉള്ളത് കൊടുക്കും. മീൻ കലീലാവട്ടെ ഔ കസീറാവട്ടെ. കലീൽ എവിടെ ഉണ്ടാകും? ചിലപ്പം കടുപ്പുള്ള സമയത്ത്. ഇനി രണ്ടാമത്തത് വൽ കാളിമീനൽ ഗൈദ്, ഗൈദിനെ അവർ വിഴുങ്ങുന്നവർ എന്നാ പറഞ്ഞത്. അതിനെന്താ അർത്ഥം? അടക്കി വെക്കൽ. എന്താ ഗൈദ്? അൽ കൽമോ എന്ന് പറഞ്ഞാൽ ഹബ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിഴുങ്ങ, അതായത് അതില്ലാത്ത പോലെ കേൾക്കുക. ഗൈദ് എന്ന് പറഞ്ഞാൽ തവഖുദു ഹറാറത്തിൽ ഖൽബി മിനൽ ഗളബി, ഗളബ് കാരണത്താൽ എന്താകും? കൽബിന്റെ ഹറാറത്ത് ശക്തി കൂടുക. ഇതാ ഗൈദ്. കാരണം ഏതായിരിക്കും? ഗളബാണ്. ആ ഗളബ് വരുമ്പോൾ എന്താക്കും? കൽബിന്റെ ഹറാറത്ത് ഇങ്ങനെ കത്തിയിരിക്കും. അതിനെന്ത് പറയും? ഗൈദ്. അപ്പൊ ഗളബിനാക്കാണ് കടുപ്പുള്ളത്. അതുകൊണ്ട് ഗളബ് എന്നുള്ളത് മനുഷ്യന്റെ തബിയത്തിൽപ്പെട്ടതാണെന്ന് യഹ്യോദും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിബായിയത്ത് അല്ലാഹു തആല അനുഗ്രഹമായി വെച്ചു കൊടുത്തതാണ്. പുര കാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നായിനെ കിട്ടിയ മാതിരിയാണ്. പക്ഷെ ആ നായി കയറുന്ന ആളെയും മക്കളെയും കുട്ടികളെയും പെണ്ണുങ്ങളെല്ലാം കടിച്ചു തിന്നുന്ന നായി ആയാൽ എന്തായി? കാക്കാൻ പറഞ്ഞ നായി തിന്നുന്ന നായി മാറി. കള്ളം കറന്നിട്ടുണ്ട് കാക്കാനാണ്. അത് മുമ്പ് നമ്മൾ ഹേജോറുമ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗളബ് പോക്കാൻ കഴിയില്ല. തീരെ ഇല്ലെങ്കിൽ ഇവൻ എല്ലാവരും മാറി തോന്നൂല്ലേ? നല്ല മഞ്ജു തിന്ന മാതിരി ഉണ്ടാവും. അപ്പൊ ഗളബിന്റെ ആ ഹറാറത്ത് കൂടലാണ് ഇവിടെ പ്രശ്നം. അതാ അതിനർത്ഥം എന്താ? അൽ മംസിക്കീന അലൈഹിന്, ഗളബിനെ കൺട്രോൾ ചെയ്യുന്നവരെന്നാണ്. അല്ലാണ്ട് ഗളബ് ഇങ്ങനെ ബിതുങ്ങി ചൂടുള്ള മുകളിൽ കുടിച്ചെന്നല്ല. അൽ കാഫീന അൻ ഇംലാഇഹി, അത് നടപ്പിൽ വരുത്തുന്നതിനെ തൊട്ട് അവർ തടഞ്ഞു. അവർ അംഗങ്ങളെ മഅൽ ഖുദ്റത്തി അലൈഹി, അതിന് കഴിയുമായിരുന്നു നടപ്പിലാക്കാൻ. എന്നിട്ടും എന്താക്കില്ല, നടപ്പിലാക്കുന്നില്ല. ഇനി മൂന്നാമത്തെ വസ്ഫ് വൽ ആഫീന അനിൻ നാസ്, അതല്ല ലൈസ ശദീദു ബിസ്സുറഅത്തി, ഒരു വലിയ ഒരാളെ തള്ളിയിട്ടിട്ട് ജയിക്കലല്ല ഇത് ധീരത എന്ന് പറഞ്ഞത്. പിന്നെന്താ? അവനിക്ക് കളവ് വരുന്ന അവസരത്തിൽ അവൻ്റെ കയ്യും കാലും നാവൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയോ എന്ന് അവനാണ് ഏറ്റവും വലിയ ശക്തിവാൻ, ധീരവാൻ എന്ന് പറഞ്ഞു. ഇനി വൽ ആഫീന അനിന്നാസ്, ഇതിനെ തൊട്ടൊരു താപിയാണ്. ഇത് കാളിമീനൽ ഗൈദ ഉണ്ടായാക്കുന്നതാകും അഫു ചെയ്യാൻ കഴിയുള്ളൂ. ഐ താരിഖീന ഉഖൂബത മൻ ഇസ്തഹഖ മുആഖദതുഹു, ആരെയാണോ ശിക്ഷിക്കാൻ അവസ്ഥഹിക്കായ അയാളെ തൊട്ട് എന്താക്കും? ശിക്ഷ ഒഴിവാക്കാൻ അഫ്വ് ചെയ്ത്. എന്നിട്ട് പറയുന്നു വല്ലാഹു യുഹിബ്ബു, ഉസാഫ പറഞ്ഞ 1 ഇൻഫാഖ്, 2 ഖൽമുൽ ഗൈദ്, 3 അഫ്വുൻ അനിന്നാസ്.
വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങളെ അല്ലാഹു തആല മഹബ്ബത്ത് വെക്കും. ഏതാ അൽ മുഹ്സിനീങ്ങൾ? അല്ലദീന അമ്മത്ത് ഫവാദിലുഹും വതമ്മത്ത് ഫളായിലുഹും. മുഹ്സിനീങ്ങൾക്കാ പറയുന്നത്. ഒന്ന് ഇൻഫാഖ് ചെയ്തവര്, രണ്ട് കാദിമീനൽ ഗൈദ്, മൂന്ന് ആഫീന ലിന്നാസ്. അതെന്താ? അവരുടെ ഫളായിലൊക്കെ പൂർത്തിയായി. ഇനി വഅലം, മൂപ്പർ ചെറിയൊരു ഉപദേശം പറയുന്നത്, അന്നൽ ഇഹ്സാന ഇലൽ ഗൈരി വൽ ഇൻഫാഖ ഫിസ്സറായി വല്ലറായി. അല്ലേ? മനുഷ്യന്മാരിലേക്ക് ഇഹ്സാൻ ചെയ്യല്, അതുപോലെ സറായിലും ലറായിലും ഇൻഫാഖ്. ഇത് പൈസ കൊണ്ട് മാത്രമല്ല എന്നാ പറയുന്നത്. തടി കൊണ്ടുള്ള അധ്വാനം ഉപകാരം ഉണ്ടല്ലോ. അഈനുനി ബി ഖുവ്വത്തി എന്ന് പറഞ്ഞ മതി. എല്ലാം ഇവനിക്ക് നല്ല പാണ്ഡിത്യമുണ്ട്, അത് അറിവ് പറഞ്ഞു കൊടുത്താലും പൈസ നാക്കാണ് ഉഷാറായി. അപ്പൊ പൈസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതാ പറയുന്നത് യദ്ഖുലു ഫീ ഇൻഫാഖുൽ ഇൽം. ഇൽമിന്റെ ഇൻഫാഖും അതിൽപ്പെട്ടിരിക്കുന്നു. അതായിരിക്കും എങ്ങനെ? ബിഅൻ യസ്തഗില ബിതഅലീമിൽ ജാഹിലീൻ. ജാഹിലീങ്ങളായ ആളുകൾ പഠിപ്പിക്കലുകൊണ്ട് ശുഗലാവുക. ഇവന് ടൈമിൽ നിന്നൊരു ടൈമാടം അതിന് മാറ്റി വെക്കുക. എന്നിട്ടോ വഹിദായത്തിൽ ളാലിൻ, തെറ്റിപ്പോയ ആളുകൾക്ക് ഹിദായത്താക്കി കൊടുക്കുക. കണ്ടാ? അതിൽ പെട്ട് വയദ്ഖുലു ഫീ ഇൻഫാഖുൽ മാലി ഫീ വുജൂഹിൽ ഖൈറാത്തി വൽ ഇബാദാത്ത്. അതുപോലെ പൈസ ചെലവാക്കലും അതിൽപ്പെട്ടിട്ടുണ്ട്. അതാണ് നമുക്ക് എപ്പോൾ ഓർമ്മ വരിക. ഖൈറാത്തിൻ്റെ മാർഗങ്ങളിലും ഇബാദത്തിൻ്റെ മാർഗങ്ങളിലും രണ്ടായാലും അഫ്ദലേത് ഇൽമിലി. വഫിൽ ഹദീസിലുണ്ട് അസ്സഖിയ്യു ഖരീബും മിനല്ലാഹ് ഖരീബും മിനന്നാസ് ഖരീബും മിനൽ ജന്ന ബഈദും മിനന്നാർ. ഔദാര്യവാനായ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുത്തവനാണ്, ജനങ്ങളുമായി അടുത്തവനാണ്, സ്വർഗവുമായി അടുത്തവനാണ്, നരകത്തിൽ നിന്ന് ബഹുദൂരത്വമാണ്. ഔദാര്യം. ഇനി വഫീ കദ്മിൽ ഗൈദി. അപ്പോൾ യുംഫിഖുനെ പറ്റി മുമ്പ് ചുരുക്കി പറഞ്ഞു. കദ്മുൽ ഗൈദിലോ രണ്ടാമത് അതില്ലേ പറഞ്ഞേ. അത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കദമ ഗൈദൻ വഹുവ യഖ്ദിറു അലാ ഇൻഫാദിഹി. ഒരാൾക്ക് ദേഷ്യം വന്ന് അത് അവർ ഇഷ്ടം പോലെ നടപ്പിലാക്കാൻ അവന് കഴിയും, എന്നിട്ടും അതെന്താക്കി അടക്കി നിർത്തിയാൽ മല അല്ലാഹു ഖൽബഹു അംനം വ ഈമാന. അവൻ്റെ കൽബിനെ അല്ലാഹു തആല നിറച്ചു കൊടുക്കും. നല്ല സമാധാനവും ശാന്തിയും കൽബിൽ, ഈമാനിനെയും നിറച്ചു കൊടുക്കും. അപ്പോൾ കൽബിന് തുമാനീനത്തുണ്ടാകുന്ന നല്ല സാധനമാണ്. قال الفضيل بن عياض رضي الله عنه പറഞ്ഞു, അൽ-ഇഹ്സാനു ബഅദൽ ഇഹ്സാനി മുകാഫാത്ത്. ഒരു ഇഹ്സാനിന് പകരം മറ്റൊരു ഇഹ്സാൻ അമ്മൻ ചെയ്തു കൊടുത്തു. അതെന്താണെന്ന് പകര കച്ചവടമാണ്. സെയ്ദ് എനിക്ക് ഒരു ഉപകാരം ചെയ്തു, സെയ്ദിന് ഞാനൊരു ഉപകാരം ചെയ്തു കൊടുത്തു. അപ്പം എന്തായി? തന്നതിന് തിരിച്ചു കൊടുക്കുന്നതിലുള്ളൂ ഒരു പകര കച്ചവടം. ആ അതേ വശത്തിൽ വൽ ഇസാഅത്തു മുജാസാത്തുൻ. ഇസാഅത്ത് മുജാസാത്താണ്. എന്നുവെച്ചാലോ മറ്റൊരാൾക്ക് ഉപദ്രവിക്കില്ല. വൽ ഇഹ്സാനു ബഅദൽ ഇസാഅത്തി. ഇസാഅത്തിന് ശേഷം എന്താക്കി ഇഹ്സാൻ ചെയ്ത കറമും വജൂദും. അത് ഔദാര്യത്തിൻ്റെ മേത്തനമാണ്. ഇത് മറുവശത്ത് നിന്ന് എന്താക്കിയെന്നറിയോ? ഇത് മനസ്സിലായ? ഇഹ്സാൻ കൊടുത്ത് ഇനി ഇഹ്സാൻ എന്താ? ഇസാഅത്തിന് എന്താക്കി? ഇസാഅത്ത് തന്നെ ചെയ്ത്. അപ്പം പകരം വീട്ടിലേ. അതേ അവസരത്തിൽ ഇസാഅത്ത് വന്നിട്ട് ഇഹ്സാൻ കൊടുത്താലോ കറമും വജൂദുൻ. വൽ ഇസാഅത്തു ബഅദൽ ഇഹ്സാൻ. ഇഹ്സാൻ ചെയ്താക്കി ഇസാഅത്ത് ചെയ്യലോ ലഉമും വശൂമുൻ. ഇത്ര പടക്കത്തിനും വേറെയില്ല. ഒരാളെ വക്കന്ന് ഒന്നെങ്കിൽ ഇഹ്സാൻ കിട്ടും, അല്ലെങ്കിൽ ഇസാഅത്ത് കിട്ടും. ഇവൻ തിരിച്ചു കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഇസാഅത്ത് തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇഹ്സാൻ തിരിച്ചു കൊടുക്കും. ആകെ അതിലുണ്ടാവുള്ള 4 രൂപയല്ലേ. ഇഹ്സാൻ്റെ ഇഹ്സാൻ കൊടുത്താൽ തന്നത് തിരിച്ചു കൊടുത്തതേ ഉള്ളൂ. മറ്റേതോ പകരം വീട്ടലായി. ഇത് ഇസാഅത്തായാലും. ഇനി ഇഹ്സാന് മറ്റൊരു ഇസാഅത്തിന് പകരം ഇഹ്സാൻ തിരിച്ചു കൊടുത്തു. അതിങ്ങനെ കണക്കൂട്ടിയാൽ തീരും. ആകെ 4 രൂപ ഉണ്ടാകും. ഈ ഭാഗത്ത് നിന്ന് 2 ഇസാഅത്താവാം, അല്ലെങ്കിൽ ഇഹ്സാനാവാം. തിരിച്ചു കൊടുത്തത് ഇസാഅത്താവാം, അല്ലെങ്കിൽ ഇഹ്സാനാകാം. എല്ലാം പറഞ്ഞു. ഇനി ഹുകിയ അന്ന ഖാദിമൻ കാന ഖായിമൻ അലാ റഅസിൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. അതാണ് അഹ്ലുൽ ബൈത്ത്. അലിയാർ തങ്ങളുടെ മോൻ ഹസൻ. ഇത് നമുക്ക് ഹുസൈനിൽ ഓതിയിട്ടുണ്ട്. ഹുസൈനിലുണ്ട്, യാഫിയിലുണ്ടെന്ന് തോന്നുന്നു. ഒരു ഖാദിമ് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാന്റെ തലഭാഗത്ത് നിൽക്കുന്നു. വഹുവ മൂപ്പർ അലിയ ഫിഹി ഫിൽ മായിദ. സുപ്പറയിൽ ലൈഫോളോട് കൂടിയുള്ളത്. അത്
ഹസൻ. ഫൻഹറഫത്ത് കസ്അത്തുൻ കാനത്ത് ഫി യദിൽ ഖാദിം. ഖാദിമിന്റെ കയ്യിലുള്ള ഒരു തളിക ബേദി വീണുപോയി. വീണത് അരവേലി ഫസഖത മിന്നാ ശൈഉൻ അലൽ ഹസൻ. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മേത്തേക്കാ വീണത്. ഫഖാലൽ ഖാദിമു, ഖാദിം എന്താക്കിയെന്നറിയോ? മൂപ്പരുടെ ആയത്തോതി വൽ കാദിമീനൽ ഗൈദ വൽ ആഫീന അനിന്നാസ്. എന്നിട്ട് അത് അബദ്ധത്തിൽപ്പെട്ടാന്ന് എനിക്ക് ശിക്ഷൊന്നും തരണ്ട, ഇത് അർത്ഥത്തിനാണ്. ഫഖാല, മൂപ്പർ പറഞ്ഞതാ അത് അഫൗതു അൻക, എനിക്ക് മാപ്പാക്കി തന്നിരിക്കുന്നു. ഈ ആയത്തും എപ്പിച്ചുണ്ടാക്കി മൂപ്പർ അമൽ ചെയ്തു. ഫഖാല വൽ അതെ ഹസൻ അഫവാക്കി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ ആരോധി ഖാദിമ വീണ്ടും ഓതിയപ്പോൾ ഫഖാല അൻത ഹുർറുൻ ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹിന് നിന്നെ ഹുർറാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നല്ല ഖാദിമോ. ഇനിയും ആരത്? സ്വർഗാവകാശികളായ മുഅ്മിനീങ്ങളെ പറ്റിയാ വന്നു. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്. രണ്ടാമത്തെ ബസ്, അവർ വല്ല ഫാഹിശത്വം പ്രവർത്തിച്ചു. അപ്പൊ ഇദാ ഫഅലൂ എന്ന് പറയുമ്പം ഇദാന്റെ പ്രയോഗം എന്താണ്? ഷർത്തിനാണ് ഇദയും ഇന്നും അല്ലേ? ഇന്ന് പറഞ്ഞാൽ രണ്ട് കാര്യത്തിനും സാധ്യതയുണ്ടെന്നേ അർത്ഥമുള്ളൂ. ഇൻ ജാഅ ഫുലാൻ, ഒരു ഫുലാന് വന്നെങ്കിൽ, വരോ ഒന്നും പറഞ്ഞാൽ കഴിയില്ല, വരാതിരിക്കാം. ഇതാ എന്ന് പറഞ്ഞാൽ വന്നാൽ എന്നാ പറയില്ല, അയാൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇതാണ് ഇന്നും ഇതയും തമ്മിൽ. ഖുർആൻ തന്നെ ഇദാ ജാഅ നസ്റുല്ലാഹി, അള്ളാഹുവിന്റെ സഹായം വരും വന്നാൽ. ഇൻ ജാഅകും ഫാസിഖുൻ, ഒരു ഫാസിഖ് വന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ വരികയും ചെയ്യാൻ വരാതിരിക്കുന്നില്ല. ഇവിടെ ഇദാ ഫഅലൂ എന്ന് പറയുമ്പോൾ ഫാഹിഷത്ത് ചെയ്യാനുള്ള ഒരു പ്രതീക്ഷ, ഇവൻ മഅസൂമല്ലാത്തത് കൊണ്ട് ഫാഹിഷത്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് വന്നു. പക്ഷെ എന്തുണ്ട്? ഉടനെ പരിഹാര മാർഗം കാണണം. അതാ ഫാഹിഷതൻ എന്ന് ഫിഅലതൻ ബാലിഗതൻ ഫിൽ ഖുബ്ഹി. അതിന് ഫാഹിഷത്തും ഫാഹിഷത്തല്ലാത്ത അപ്പുറം പറയൂ. അപ്പൊ ഫാഹിഷത്ത് എന്ന് പറയുമ്പോൾ കക്ഷി കടുപ്പേറിയതായിരിക്കും. തൻഹാനിൽ ഫഹിഷായി വൽ മുൻകർ, ഫഹിഷായി കടുപ്പം കൂടിയതാണ്. മുൻകർ എന്ന് പറഞ്ഞാലോ വിരോധിക്കപ്പെട്ട മക്റൂഹായാലും പറയാം മുൻകർ. അപ്പൊ മുൻകർ ആമ്മായി. അതുപോലെയാണ് ഫാഹിഷതൻ, തൻബീൻ കൊടുത്തില്ലേ, ഫിഅലതൻ ബാലിഗതൻ ഫിൽ ഖുബ്ഹി, ഖുബ്ഹിലെ അങ്ങേയറ്റം എത്തിയ പ്രവർത്തനം, ഖസ്ന പോലെ. ആ ലലമോ അൻഫുസഹും, അല്ലെങ്കിൽ നഫ്സിന് ദുൽമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഫാഹിഷത്തിലേക്ക് എത്തിയിട്ടില്ല, അതിനെ കാണിച്ചെടുത്ത്. അങ്ങനെ ബി അൻ അദ്നബു അയ്യ ദംബിൻ, എന്ത് ദമ്പ് വന്നാലും അയ്യ ദംബിൻ ഖാന മിമ്മാ യുആഖിറു ബിഹിൽ ഇൻസാൻ, മനുഷ്യനെ അതുകൊണ്ട് പിടികൂടപ്പെടുന്ന. അപ്പോൾ അങ്ങനെ ഒരർത്ഥം. അവിൽ ഫാഹിഷത്തിന്റെ മറ്റൊരർത്ഥം അൽ കബീറത്തു, വങ്കുറ്റം എന്നും, ദുൽമുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ സഗീറത്താണ്. ഏകദേശം അടുക്കടുക്ക അർത്ഥം തന്നെയാണത്. ഇത് മനസ്സിലാണ്. എന്നാൽ രണ്ട് വന്നാലും അള്ളാഹുവിനെ അവർ ഓർക്കും എന്നവർ. എന്താണ് അള്ളാഹു തദക്കറു ഹഖ്ഖഹുൽ അലീമ വജലാലഹു, അള്ളാഹുവിൻ്റെ അളമത്തിനെയും അവൻ്റെ ജലാലത്തിനെയും ഓർക്കും. അത് അവഗണിച്ചാണല്ലോ എന്നൊക്കെ സംഭവിച്ചത്. കണ്ടോ? അൽ മൂജിബിലിൽ ഖശിയത്തി വൽ ഹയാ, ഈ അളമത്തും ജലാലത്തും ഖശിയത്തിനെ ഉണ്ടാക്കേണ്ടതായിരുന്നു, ഹയായിനെയും ഉണ്ടാക്കേണ്ടതായിരുന്നു. ഔ വഈദഹു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ താക്കീദിനെ ഓർത്തു. പക്ഷെ അത് അവഗണിച്ചുകൊണ്ടാണ് സംഭവം ഉണ്ടായത്. അത് ദക്കറുല്ലാഹ് എന്നല്ലാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല. ദക്കറുല്ലാഹ് വന്നാൽ കൽബിന്റെ ഹാലാണത്. ഉടനെ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ ദുനൂബ് അതിലെന്ത് പെട്ട്? ഫാഹിഷത്തും പെട്ട്, ദുൽമുൻ നഫ്സും പെട്ട്. അതങ്ങനെ ബി അൻ യന്ദമു അലാ മാ മളാ, ആ കഴിഞ്ഞു പോയതിൻ്റെ മേലെ എനിക്ക് ഖേദിക്കാനല്ലേ കഴിയുള്ളൂ. മാത്രമല്ല മഅല്ലസ്മില തർക്ക് മിസ്ലിഹി ഫിൽ മുസ്തഖ്ബൽ, ഭാവിയിൽ ഇത് ചെയ്യൂല എന്നല്ല, ഇത് കഴിഞ്ഞല്ലോ, ഇതിന് തുല്യമായ ഒന്ന് ചെയ്യൂല, അസ്മും ചെയ്യുക. അതല്ലേ തൗബന്റെ അർത്ഥം. എന്നിട്ടോ വാമ്മ മുജറദുൽ ഇസ്തിഗ്ഫാർ ബിൽ ലിസാൻ, വെറും മനസ്സിലൊന്നും തട്ടാതെ ലിസാന് കൊണ്ടെന്താക്കി എന്നറിയോ, വെറും എന്നാ പണ്ട് നമ്മൾ ഉപ്പ അത് പറയും പോലും, നീ ഇരുമ്പലൊക്കെ പുതുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചാൽ ദഹിക്കൂലാടാം. ഉപ്പാണ് ഞാൻ കണ്ടിട്ടില്ല, വലിയ ആലിമാണ്. ഇരുമ്പലൊക്കെ പുതുങ്ങിയത് ദഹിക്കുന്നില്ല വയറ്റിന്ന്, എടാ ചുക്ക് കഷായം എടുത്തിട്ടാണ് ഞാൻ കുറച്ച് കുടിക്കട്ടും, അതുകൊണ്ടൊന്നും ദഹിക്കൂല. അപ്പം നാവ് കൊണ്ട് മാത്രം ഇസ്തിഗ്ഫാർ കണ്ട.
ഫല അസറ ഫി ഇസാലത്തി ദംബി, ദോഷങ്ങൾ നീക്കുന്നതിൽ വലിയ അസർ കിട്ടൂല എന്നാണ്. അപ്പം എന്താകും ബഹു തൗബത്തുൽ കദ്ദാബീൻ, കള്ളന്മാർ റോബിയായിപ്പാർ. അപ്പം എന്ത് വേണം? നദാമത്തും അസമുൻ അലാ തർക്കും ഉണ്ടെങ്കിലേ എന്താകുമോ ഇസ്തിഗ്ഫാറിന്റെ ഫലം ചെയ്യുള്ളൂ. ഇനി പറയുന്ന ഇടക്ക് അല്ലാഹു അല്ലാതെ ദോഷം പൊറുക്കുന്നവൻ മറ്റാരാണുള്ളത്? അത് മറ്ററാജുല്ലാണ്. ഐ ജിൻസദ്ദുനൂബ് ലാ യഗ്ഫിറു ദുനൂബ എന്ന് പറഞ്ഞാൽ അദ്ദുനൂബിൽ അലിഫിലാം കൊടുത്തേ. അതിന് അലിഫിലാമ് ജിൻസിന്റെ അലിഫിലാമാണ്. അതിലെന്തുണ്ട്? ചെറുകുറ്റവും പെട്ട്, പങ്കുറ്റവും പെട്ട്, എല്ലാ കാര്യങ്ങളും പെട്ടു. ഇല്ലല്ലാഹ് അഹദുൻ ഇല്ലല്ലാഹ്, അതാണ് ഏത്തറാളുൻ ബൈനൽ മഅതൂഫി വൽ മഅതൂഫി അലൈഹി. ഏതാണ് മഅതൂഫുൻ അലൈഹി? ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം മഅതൂഫുൻ അലൈഹി ആണ് അല്ലേ? അടുത്ത് വലം യുസിറു അലാ മാ ഫഅലൂ എന്നുള്ളത് വലിയ വരാൻ പോകുന്നതാണ്. അതിൻ്റെ ഇടയിൽ എന്താക്കി? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് എന്ന് മുഅത്തറളായ ജുംല കൊടുത്തു. അതെന്തിനാ? തസ്വീബൻ ലിത്തായിബീൻ, തൗബ ചെയ്യുന്നവർക്ക് ഒരു സവാബ് കൊടുക്കാനും വതത്യീബൻ ലിഖുലൂബിഹിം, അവരുടെ കൽബിനെ ഒന്ന് നന്നാക്കാനും. അതുകൊണ്ട് അല്ലാഹുവിനാണ് ദോഷം പൊറുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പം അല്ലാഹു തആല ദോഷം പൊറുക്കുന്നവനാണ് എന്നെന്താക്കി? ഏത് ഇനമായാലും ശരി, അദ്ദുനൂബ ജിൻസ കൊടുത്തത് അവനിക്കൊരു പ്രതീക്ഷ കൊടുത്തു. അപ്പോൾ വിശാരത്തല്ലഹും ബി വസ്ഫി ദാത്തിഹി, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ വസ്ഫ് കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. അവൻ്റെ ദാത്തിനെ വസ്ഫ് പറഞ്ഞു. എന്തുകൊണ്ടാണ് വസ്ഫ് പറഞ്ഞ? ബി സഅത്തിർ റഹ്മത്തി, റഹ്മത്തിൻ്റെ വിശാലത കൊണ്ടും ഖുർബിൽ മഗ്ഫിറ, മഗ്ഫിറത്തിൻ്റെ ഖുർബ് കൊണ്ടുണ്ടാക്കി ദാത്തിനെ വസ്ഫ് പറഞ്ഞു. അപ്പം ഈ വസ്ഫി ദാത്തിന് ഇലാഫത്തേതാ മഫ്ഊല്. വസ്ഫ് എന്ന് പറഞ്ഞാൽ മസ്തറിൻ്റെ മഫ്ഊലാണ് ദാത്തിഹി. ദാത്തിന് വസ്ഫ് പറഞ്ഞു. എന്തുകൊണ്ടാണ് വസ്ഫ് പറഞ്ഞ്? ബിസഅത്തിർ റഹ്മ, റഹ്മത്തിൻ്റെ വിശാലതയും വഅന്ന മിൻ കറമിഹി, അവൻ്റെ കറമിൽപ്പെട്ടവരുമാണ് അന്ന തായിബ മിനദ് ദംബി കമല്ലാ ദംബ ലഹു, ദോഷങ്ങളെ തൊട്ട് ശരിയായ തൗബ ചെയ്താൽ ദോഷം ഇല്ലാത്തവനെ പോലെയാണ്. ഇല്ലാത്തവനാണ് എന്നല്ല, അവനെ പോലെ എന്നാണ് പറഞ്ഞു. അതാ തഹരീദൽ ഇബാദ അല തൗബത്തിൻ്റെ മേലെന്താക്കണം? അടിമകളെ പ്രേരിപ്പിക്കലുമാണ് മുഅത്തറളായ ജുംല അടക്ക് കൊടുത്തത്. ഇത് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഇനി ബാക്കി വരട്ടെ. വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അവർ ചെയ്ത ഫാഹിഷത്താവട്ടെ ദുൽമുൻ നഫ്സാവട്ടെ അതിൻ്റെ മേലെ എന്താക്കൂല? ഉറച്ചിരിക്കൂല, ഉടനെ പിൻവലിക്കും. ഫലം യുസിറു അലം യുഖീമു അലാ മാ ഫഅലൂ, എന്താ മാ ഫഅലൂ മിനദ് ദുനൂബി ഫാഹിഷത്തൻ കാനത് ഔ ദുൽമൻ, രണ്ടിനല്ലേ പറഞ്ഞത്? ഫാഹിഷത്തൻ ഔ ദലമു അൻഫുസഹും, രണ്ടിനും. അതുകൊണ്ട് ഫഇന്നഹു ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ വലാ സഗീറത മഅൽ ഇസ്റാർ എന്ന് ഹിക്കമിലുണ്ടല്ലോ. ഇത് ഇസ്തിഗ്ഫാർ ചൊല്ലി പൊറപ്പിച്ചാൽ പിന്നെ കബീറത്തിൻ്റെ കട്ടി കുറഞ്ഞു. അതോടൊപ്പം തന്നെ ഇസ്റാർ ഉണ്ടായ സഗീറത്തിൻ്റെ കടുപ്പം കൂടിയും ചെയ്തു. എത്തരത്തിൽ അവർ ഉറച്ചിരിക്കൂല. വഹും യഅലമൂൻ വഹും ആലിമൂന ബിഖുബ്ഹിഹി വൽ വഈദി അലൈഹി, അവ യഅലമൂൻ്റെ മഫ്ഊല മുമ്പ് സങ്കല്പിച്ചത്. ഒന്ന്, ഈ പ്രവർത്തനം മോശമാണ് എന്നറിഞ്ഞു, അതുപോലെ തന്നെ ഇതിൻ്റെ വഈദും അറിഞ്ഞു. അപ്പം ആലി യഅലമൂനക്കൊരു മഫ്ഊല വേണ്ടേന്ന്. എന്തിനെ അറിഞ്ഞു? രണ്ട് കാര്യം കൂട്ടിയത്. ഒന്ന്, ഈ പ്രവർത്തനം മോശമാണ് എന്നറിഞ്ഞു. രണ്ട്, ഇതിൻ്റെ മേൽ താക്കീത് എന്താണ്? ഇന്ന ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത് ഇതും പറഞ്ഞു. അറിഞ്ഞിരിക്കവേ ദോഷത്തിന് നമ്മളെന്താവൂല എന്നൂല. ഇനി അവർക്ക് എന്തെല്ലോ പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അതും കൂടെ വായിച്ചാൽ ഇന്നത്തെ പരിപാടി നിർത്താം. ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വജന്നാത്തും തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വനിഅമ അജ്റുൽ ആമിലീൻ. ഉലൈക, മേൽ പറയപ്പെട്ട ഔസാഫുടേവർ. എന്തെല്ലാം ഔസാഫ്? യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, രണ്ട് കാദിമീനൽ ഗൈള്, മൂന്ന് ആഫിന അനിന്നാസ്, മുഹ്സിനീങ്ങൾ. അതുപോലെ തന്നെ ദോഷങ്ങൾ വന്നാൽ ഉടനെ തൗബ കൊണ്ട് പരിഹാരമുണ്ടാക്കി ഇസ്തിഗ്ഫാർ ചൊല്ലി. പിന്നെ ഇത് തെറ്റാണെന്ന് അറിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെ നിലനിൽക്കൂല. ഇതെല്ലാവർക്ക് അതാണ് അഹ്ലു ഹാദിഹി സിഫാത്ത്. ഈ പറയപ്പെട്ട സിഫാത്തെല്ലാം ഉള്ള ആളുകൾ ജസാഉഹും. അപ്പോൾ ഉലൈക്കാൻ്റെ രണ്ടാമത്തെ മുബ്തദയാണ് ജസാഉഹും. രണ്ട് മുബ്തദ വരാ. ഉലൈക്കാനുണ്ട് ജസാഉഹും. മസലുല്ലദീന കഫറൂ അഅമാലുഹും കസറാബിൻ ബിഖിഅത്തിൻ. കണ്ട, മസലുല്ലദീന കഫറൂ മുബ്തദ തുടങ്ങി വെച്ചു.
അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ. അതാ ജുംല ഖബർ. ജസാ ഖബർ കൊടുക്കേണ്ട ജസാ എന്താ? സവാബുഹും മഗ്ഫിറത്തുൻ മിർ റബ്ബിഹിം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മഗ്ഫിറത്തുൻ സിഫത്താണ് മിർ റബ്ബിഹിം. ആ മിർ റബ്ബ് എന്താകണം? സിഫത്ത് മൗസൂഫ് ആകണമെങ്കിൽ ആ മഗ്ഫിറത്തിന് കൈത് കൊടുക്കണം കായിനത്തിൽ. വജന്നാത്തുൻ സ്വർഗവുമാണ്. മഗ്ഫിറത്തും കിട്ടി, സ്വർഗം കിട്ടി. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തിൽ കൂടി അൻഹാറുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ അൻഹാർ ഏതാണെന്നും 4 പുഴകളാണെന്ന് മറ്റേ തഫ്സീർ നമ്മൾ പണ്ടോതി. അത് ഖാലിദീന ഫീഹ, അതിൽ കാലകാലം താമസിക്കും. ഐ ലഹും ദുഖുറുൻ ലാ യുബ്ഖസു വ അജ്റുൻ ലാ യൂകസു വ ജന്നാത്തുൻ ലാ തൻഖദി വ ലദ്ദാത്തുൻ ലാ തംലീൻ. ഇത് അവർക്ക് സൂക്ഷിച്ചു വെക്കപ്പെട്ട കുറേ നിധികളുണ്ട്, അതാണ് ലാ യുബ്ഖസ്, അത് ഒട്ടും കുറവ് വരുത്തൂല. അതുപോലെ അതിൽ നിന്ന് വീഴ്ച വരുത്താത്ത പ്രതിഫലം, ഒരിക്കലും കെടിഞ്ഞു പോകാത്ത സ്വർഗം, അതുപോലെ ഒരിക്കലും അറ്റുപോകാത്ത ലദ്ദാത്ത്, ഇതൊക്കെ അതിലുണ്ട്. ഇനി പറയുന്നു വനിഅമ അജ്റുൽ ആമിലീൻ. ആ ആമിലീങ്ങളുണ്ടല്ലോ, ആ ആമിലീങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എത്ര മെച്ചപ്പെട്ടതായിപ്പോയി. നിഅമ അജ്റുൽ ആമിലീൻ. അപ്പം നിയമാക്ക് എന്ത് വേണോ? ഒരു മദ്ഹ് പറയണം. അതാണ് അൽ മഖ്സൂസ് ബിൽ മദ്ഹി. മദ്ഹ് കൊണ്ട് മഖ്സൂസായ സാധനം ഉണ്ടല്ലോ, നിയമം കൊണ്ട്. മഹ്ദൂഫുൻ, അത് കളയപ്പെട്ടിട്ടുണ്ട്. അത് അജ്റുൽ ആമിലീന്ന് കിട്ടും. കളയപ്പെട്ട് എന്നുവെച്ചാലോ നിഅമ അജ്റുൽ ആമിലീന ദാലിക, അദാലിക്കാന്ന് കളഞ്ഞത്. ദാലിക്കേത്? ഐ മാ ദുഖിറ മിനൽ മഗ്ഫിറതി വൽ ജന്നാത്തി. ദാലിക്കാന്ന് മൂപ്പർ എന്താക്കി അർത്ഥം കൊടുത്ത് മാ ദുഖിറ. മാ ദുഖിറാന്റെ ബയാനാണ് മിനൽ മഗ്ഫിറതി വൽ ജന്നത്തി. അതെത്ര മെച്ചപ്പെട്ടതായി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റബ്ബിഹി തബാറക വതആല. അപ്പോൾ ഖുദ്സിയായ ഹദീസായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സനദെത്തി കഴിഞ്ഞാൽ എന്താകും? മർഫൂ ആയ ഹദീസ് എന്ന് പറയും. അത് അള്ളയിലേക്ക് ഉയർത്തിയാലോ ഖുദ്സിയായ ഹദീസ് എന്ന് പറയും. അപ്പം അള്ളാഹുവിൻ്റെ കലാമ് തന്നെ, പക്ഷെ ഖുർആനായ ശൈലിയിലല്ല. എന്താണ്? ഇബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക. മനുഷ്യ, നീ എന്നോട് ദുആ ചെയ്യുന്ന കാലത്തോളവും എന്നിലേക്ക് റജാവ് വെക്കുന്ന കാലത്തോളവും ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരും. മാ കാന മിൻക, നിന്റെ മക്കൾ നിന്നുണ്ടായ എല്ലാ തെറ്റുകളും. വലാ ഉബാലി, അതൊന്നൊരു പ്രശ്നമാക്കി എടുക്കൂല. എന്നിട്ടോ ഇബ്ന ആദം, ഇത് റജായിലേക്കാ പോലെ. ഇബ്ന ആദമ ഇന്നക ഇൻ തൽഖനി ബിഖിറാബിൽ അർളി ഖതായ. മനുഷ്യ, നീ എന്നെ സമീപിച്ച്, അല്ല നീ എന്നെ കണ്ടുമുട്ടി ഭൂമി നിറയെ ഖതായ കൊണ്ട്, ലഖീതുക ബിഖിറാബിഹാ മഗ്ഫിറതൻ. അത്ര കണ്ട് ഭൂമി നിറയെ മഗ്ഫിറത്ത് കൊണ്ട് ഞാൻ നിന്നെയും കണ്ടുമുട്ടും. പക്ഷെ എന്ത് വേണം? ബാധ അല്ലാത്ത ശരിക്ക് വീശയ്യ, എന്നെ കൊണ്ട് ശിർക്ക് വെക്കാൻ പാടില്ല എന്ന് മാത്രം. ശിർക്ക് വച്ചാൽ ഒന്നും കിട്ടില്ല. അപ്പം തൗഹീദ് നല്ല ഊട്ടി ഉറപ്പിച്ചുണ്ടാക്കണം. ഏതൊരവസരത്തിനും സൂക്ഷിച്ചാൽ അതിൻ്റെ താഴെയുള്ള ദോഷങ്ങൾക്ക് റജാ കൊണ്ടും മറ്റും പൊറുക്കപ്പെടും. ഇബ്ന ആദം 3 ഇന്നക ഇൻ തുദ്നിബ് ഹത്താ ജബലുക ദംബുക അനാനസ്സമാ. നീ ദോഷം ചെയ്ത് നിന്റെ ദോഷം എന്തായി? ആകാശമുഖത്തേക്കെത്തി. സുമ്മ തസ്തഗ്ഫിറുനി, പിന്നീട് നീ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്ത് ഖേദിച്ച് തൗബ ചെയ്താൽ അഗ്ഫിറു ലക. അപ്പം മബറും നാവ് കൊണ്ട് അല്ല പറഞ്ഞിരിക്കുന്നു. മുമ്പ് പറഞ്ഞില്ലേ അൽ ഇസ്തിഗ്ഫാർ. അഗ്ഫിറു ലക, ഞാൻ നിനക്ക് പുറത്തു തരും. അഖ്റജഹു തിർമിദി വ അഹ്മദ് റളിയല്ലാഹു അൻഹു. ഖാല സാബിത്തുൽ മുനാനി റളിയല്ലാഹു അൻഹു, വലിയ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. ബലഗനി, മൂപ്പർ പറയുന്നു, അന്ന ഇബ്ലീസ ബക, ഇബ്ലീസ് കരഞ്ഞു. ഇതിന് ഹീന നസലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്തിറങ്ങിയപ്പോൾ. ഏതായിട്ട്? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ ഇബ്ലീസിന് ഭയങ്കര കരച്ചിൽ. എന്താ? ഇവൻ്റെ അടവെല്ലാം പൊളിഞ്ഞ്. കാരണം ഇസ്തിഗ്ഫാറും തോബയും കൊണ്ട് ഇതെല്ലാം മായ്ച്ചു കളഞ്ഞില്ലേ. ഇത് അത് പിന്നെ രണ്ടാമത് 100 ഉണ്ടാക്കണേന്. അതാണ് തീർന്നത്. وروي عن النبي صلى الله عليه وسلم أنه قال ما من عبد يذنب ذنبا. ഒരു മനുഷ്യൻ ആരെങ്കിലാവട്ടെ ദമ്പ് ചെയ്തിട്ട് തുഹൂറിനെ ഇഹ്സാൻ ചെയ്യണം എന്നല്ലാണ്ട് ഇങ്ങനെ മാറിപ്പെറുക്കിയിട്ട് ആക്കിയാൽ ഉള്ളാവൂല.
ഒരു ഭാര്യ പരക്കുന്നതുകൊണ്ട് ഇതിനപ്പുറം കവില്ല. എന്നിട്ടോ ആകത്തുമ്പിലും കാലം കഴിച്ചിട്ട് കേടാണ്. ഇവിടെ മഴമ്പ് നനഞ്ഞാണ് ഈ ആ ബൈസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്നും ഉണ്ടാക്കുന്നുണ്ട്. ചേടേൻ അനിയലി തഹൂറിനെ പറ്റി പറഞ്ഞ സ്ഥലത്തെല്ലാം യഹൂദന് പറയും. എന്നിട്ട് സുമ്മ യഖൂമു വയുസല്ലി, പിന്നെ അവ പോയി നിന്നിട്ട് നമസ്കരിച്ച്, സുമ്മ യസ്തഗ്ഫിറുല്ലാഹ്, പിന്നെ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ ഇല്ലാ ഗഫറല്ലാഹു ലഹു, അവന് പുറത്തു കൊടുക്കാതിരിക്കില്ല. ആരാണ്? അഖ്റജഹു അബൂ ദാവൂദ് വത്തിർമിദി വഇബ്നു മാജാ റളിയല്ലാഹു അൻഹു. റവിയ അന്നല്ലാഹു തആല ഔഹാ ഇലാ മൂസ അലൈഹിസ്സലാമിലേക്ക് വഹി അറിയിച്ചു. മാ അഖല്ല മൻ ഹജാഅ മൻ യത്മഉ ഫീ ജന്നതി ബിഗൈരി അമൽ, അമലൊന്നും ചെയ്യാതെ കണ്ട് എൻ്റെ സ്വർഗത്തിൽ വെറുതെ വ്യാമോഹിക്കുന്നവരിൽ നാണം ഇത്ര കുറഞ്ഞു പോയ എൻ്റെ അമലൊന്നുമില്ല. സ്വർഗം ചുമ്മാ കിട്ടണം. തമാ എന്ന് പറഞ്ഞാൽ റജാഅല്ല, തമാ വ്യാമോഹം. റജാഅ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊണ്ടിട്ട് റഹ്മത്ത് ആഗ്രഹിക്കലാണ്. ഇവിടെ യത്മഉ മൻ യർജു എന്നല്ല പറഞ്ഞത്. അവനെ ഇത്ര നാണം കെട്ടവനാക്കിയെന്തേ? കൈഫ അജൂദു ബി ജന്നത്തി, എൻ്റെ സ്വർഗം കൊണ്ട് ഞാൻ അവനിക്ക് ഉപകാരം ചെയ്യലേ അലാമൻ യബ്ഖലു ബി ത്വാഅത്തിൽ വഖീലത്തിനും കാട്ടുന്നു, എനിക്ക് ഞാൻ സ്വർഗം കൊടുക്കാൻ വേണ്ടത്. തർജുൻ നജാത വലം തസ്ലുക് മസാലികഹാ ഇന്നസ് സഫീനത ലാ തജ്രി അലൽ യബസി. അത് ഹദീസിൽ പെട്ടതല്ലേ? നീ നജാത്തിനെ ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യ, പക്ഷെ നജാത്തിന്റെ മാർഗത്തിൽ നീ പ്രവേശിച്ചിട്ടില്ല. അപ്പൊ അതിന് ഉദാഹരണം പറയുന്ന ഇന്ന സഫീനത്തെ ലാ തജ്രി അൽ യബസി, ഉണങ്ങിയ സ്ഥലത്ത് കപ്പലോടൂല. വെള്ളയില്ലാണ്ട് ഉണങ്ങി വെച്ച സ്ഥലമുണ്ടല്ലോ, അവിടെ കപ്പലോടൂല. കപ്പലോടണമെങ്കിൽ ആ കപ്പലിന് ആവശ്യമായ ആഴം വേണം, ഇത്തിരി അളവ് വെള്ളവും വേണം, എന്നാലേ കപ്പലോടും. അവിടെ വെക്കാം. ഇനി പുതിയ വിഷയം.